പ്രസന്റേഷൻ കേൾക്കുന്ന എത്ര പേർ ഹോർത്തൂസിനെ പറ്റി അറിയാം? അല്ലെങ്കിൽ ആർക്കൊക്കെ അറിയോ അറിയില്ലേ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ഒരു ഗ്രന്ഥ സമുച്ചയത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ക്ലാസ് ആണിത്. ഓക്കെ. അപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. മനോജേട്ടാ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. ആ ആ കാണാം കാണാം കാണാം. ഫുൾ സ്ക്രീൻ ആയോ? ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. ഇപ്പൊ സ്ലൈഡ്സ് ഇങ്ങനെ കാണാം. ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. ഇപ്പൊ ആയോ? ഇപ്പൊ ആയി. ഓക്കെ. അപ്പം നമ്മുടെ ക്ലാസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്യൂസിന് ഒരു ആമുഖം, an ഇൻട്രൊഡക്ഷൻ ടു ഹോർത്തൂസ് മലബാറിക്യൂസ് എന്നാണ്. അപ്പോ ഹോർത്തൂസ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു കളക്ഷൻ ഓഫ് ബുക്കാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഹോർത്തൂസ് എന്ന് പറയുന്നത് 12 വോളിയങ്ങൾ ഉള്ള ഒരു ബുക്കാണ്. ആ ബുക്ക് എന്തിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് ഉള്ളത്, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ്, അത് നിലവിൽ നമുക്ക് എങ്ങനെ എവിടെ നിന്നൊക്കെ അതിന്റെ വിവരങ്ങൾ കണ്ടെത്താം എന്നാണ് ഈ ക്ലാസ് വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ്. സോറി. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് 12 വോളിയങ്ങളുള്ള ഒരു ഗ്രന്ഥ സമുച്ചയമാണ്. അതിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്, എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം, നിലവിൽ അത് നമുക്ക് എവിടെയൊക്കെ കണ്ടെത്താം, അതിലെ വിവരങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഹോർത്തൂസ് എന്ന് പറയുന്നത് ഒരു 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിലെ വൈജ്ഞാനിക സദസ്സുകൾ ആദരപൂർവ്വം സ്വീകരിച്ച ഒരു ക്ലാസിക് ഗ്രന്ഥമാണ്. മലയാള ഭൂമിയുടെ സസ്യപ്പെരുമയെ മലയാള ഭൂമിയുടെ സസ്യപ്പെരുമയെ മാത്രമല്ല, മലയാള ഭാഷയെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, മലയാള ഭാഷ ആദ്യമായി അച്ചടിമഷി പുരണ്ടത് ഈ ഒരു ഗ്രന്ഥം വഴിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ അച്ചടി മുഖേനയാണ് മലയാള ഭാഷ മാത്രമല്ല, മറ്റു 4 ഭാഷകൾ കൂടി ഇതിലുണ്ട്. ഇവയെല്ലാം തന്നെ അച്ചടിമഷി പുരണ്ടത് ഈ ഒരു ഗ്രന്ഥം വഴിയാണ്. ഇതുവഴി ലോകത്തിന് മുന്നിൽ ഇട്ടി അച്യുതൻ വൈദ്യൻ എന്നൊരു പ്രതിഭാശാലിയായ ഒരു വൈദ്യനെയും ഈ ഗ്രന്ഥം വഴിയാണ് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേവലം സസ്യങ്ങളെ പറ്റിയുള്ള ഒരു വിവരണം മാത്രമല്ല, അതിലുപരി അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന, അതായത് 16-17 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ചരിത്ര മതവിശ്വാസങ്ങളെയും അക്കാലത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം വളരെ വിശദമായ രീതിയിൽ അടയാളപ്പെടുത്തി വെക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുകൊണ്ട് തന്നെ ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊരു ഹിസ്റ്ററി ക്ലാസ് പോലെയൊക്കെ ആദ്യത്തെ സെഷനിലൊക്കെ തോന്നാം. ഇതൊരു ഹിസ്റ്ററി ക്ലാസ് പോലെയോ, അല്ലെങ്കിൽ ഒരു ബൊട്ടാണിസ്റ്റുകളെ അല്ലെങ്കിൽ ബോട്ടണി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു ബൊട്ടാണിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുന്ന ഒരു പ്രസന്റേഷൻ പോലെയോ, അതല്ല ഇനി ആയുർവേദമോ അല്ലെങ്കിൽ ഒരു ചികിത്സാ സമ്പ്രദായത്തെ വിവരിക്കുന്ന, ഒരു നാട്ടു സമ്പ്രദായത്തെ വിവരിക്കുന്ന ഒരു ക്ലാസ് പോലെ ഇതെല്ലാമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇതൊക്കെ തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രത്യേകത. മറ്റൊരു ഗ്രന്ഥത്തിലും, കേരളത്തില് നിലവിൽ മലയാളത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത അത്രയും പ്രാധാന്യം ഹോർത്തൂസ് മലബാറിക്കസിന് വരുന്നത് ഈ ഒരു പോയിന്റുകളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് കിടക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കണ്ടന്റുകൾ നമ്മൾ ആദ്യം പോകുന്നത് ഹോർത്തൂസിന്റെ ഹിസ്റ്ററി എന്താണെന്നാണ്. അതിനുശേഷം ഹോർത്തൂസിന്റെ ഫീച്ചറുകൾ നമ്മൾ പറയും. അതിനുശേഷം അവസാനത്തെ സെഷനായിട്ട് ഇതിൽ പറയുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അപൂർവങ്ങളായ പ്ലാന്റുകളാണ്, സസ്യങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ ചികിത്സ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോകും. സോ ഇതാണ് 12 വോളിയം ഉള്ള ഹോർത്തൂസിന്റെ ബുക്കുകളാണ്. ഇങ്ങനെയുള്ള 12 വോളിയങ്ങളാണുള്ളത്. ഇത് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങി വായിക്കാവുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഈ 12 വോളിയത്തിന് 7500 രൂപയാണ് വില. അപ്പം കാശ് വരുന്നതനുസരിച്ച് ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് എന്തുകൊണ്ടും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ട്രഷർ ആയിട്ടുള്ള ഒരു ബുക്കാണിത്. സോ നമുക്ക് ഹോർത്തൂസിന്റെ
എന്താണ് ഹോർത്തൂസിന്റെ ഒരു പിറവിയിലേക്ക് വരാം. എങ്ങനെയാണ് ഇത് നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പിറവിയെടുത്തതെന്ന് വരാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ സ്ലൈഡില് കൊച്ചി കോട്ട, അതായത് 1663 കൊച്ചി കീഴടക്കുന്ന ഡച്ചുകാരുടെ ആ ഒരു കപ്പലൊക്കെ വന്ന് നമ്മുടെ കൊച്ചി കോട്ട കീഴടക്കുന്നതിന്റെ ഒരു ദൃശ്യമാണ് അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്തായി കാണുന്ന ചിത്രത്തിലുള്ളത് നമ്മുടെ മലബാർ എന്ന് പൊതുവേ നമ്മൾ എല്ലാവരും മലബാർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ മലബാർ എന്ന് പറയുമ്പോൾ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ മലബാർ എന്ന് പറയെങ്കിലും പണ്ട് കാലത്ത് ആ ഒരു 16-17 നൂറ്റാണ്ടുകളിൽ മലബാർ എന്ന് പറയുന്നത് ഏകദേശം ഗോവ മുതൽ, നിങ്ങൾ ആലോചിക്കാം, ഏകദേശം ഗോവ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു പ്രദേശത്തെ മൊത്തമായിട്ടായിരുന്നു മലബാർ എന്ന് പറയുന്നത്. സോ മലബാറിന്റെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം ഹോർത്തൂസ് എന്ന് പറയുന്നത് ഡച്ച് ഭാഷയിൽ ഹോർട്ടസ് എന്നുള്ളൊരു വാക്കിന്റെ ഉച്ചാരണമാണ് വരുന്നത്. ഹോർട്ടസ് എന്ന് പറഞ്ഞാൽ ആരാം. ഓഡിയബിൾ അല്ലേ? കേൾക്കാം. ഓക്കെ. ബാക്കി പാർട്ടിസിപ്പൻസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യേണ്ടതാണേ. ചിലരൊക്കെ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യേണ്ടതാണ്. ചിലരൊക്കെ ഇടയ്ക്ക് അൺമ്യൂട്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെ മ്യൂട്ട് ചെയ്യണം. ശരി. ഞാനിപ്പോ ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്യണം. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇന്ററാക്ഷൻ സെഷനിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, ഇന്ററാക്റ്റീവ് സെഷനിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ ഇതൊരു ഹിസ്റ്ററി പോലെ പറയുന്ന കാരണം അതങ്ങ് ഒഴുക്കിന് പോയാലാണ് ഒരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പം തൂത്തുക്കുടിയിൽ നിന്ന് വരെ സസ്യങ്ങളെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് കൊച്ചി കോട്ടയുടെ സമീപത്തായി ഒരു ഉദ്യാനം ഉണ്ടാക്കി അവിടെ ശുശ്രൂഷിക്കുകയും അവിടെ വളർത്തി പരിപാലിക്കുകയും അതിനെ പറ്റി പഠിക്കുകയും ആ വിവരങ്ങൾ ഹോർത്തൂസിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഹോർത്തൂസിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം 12 വോളിയങ്ങളുള്ള ബുക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതായത് നമ്മുടെ ഇന്ത്യൻ ഫ്ലോറയെ പറ്റി, ഫ്ലോറ എന്ന് പറഞ്ഞാൽ ബോട്ടണി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. ഫ്ലോറ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു റോമൻ വനദേവതയുടെ പേരാണ് ഫ്ലോറ. പക്ഷെ ആക്ച്വലി ബൊട്ടാണിക്കലി സംസാരിക്കുമ്പോൾ ഫ്ലോറ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ഭൂമേഖലയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയൻ, അതായത് ഒരു നിശ്ചിത ഭൂമേഖലയിൽ ഉൾപ്പെടുന്ന സസ്യങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങളുടെ ക്രോഡീകരണത്തിനെയാണ്. അതൊരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ സ്പെസിഫിക് റീജിയൻ. ദ ഫ്ലോറ ഓഫ് എ സ്പെസിഫിക് റീജിയൻ ഓർ എ ബൊട്ടാണിക്കൽ സ്പീഷീസ് ഓഫ് എ സ്പെസിഫിക് റീജിയൻ ഈസ് നോൺ ആസ് ഫ്ലോറ. അതിനെയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫ്ലോറയെ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫ്ലോറയെ അല്ലെങ്കിൽ ഇന്ത്യൻ സസ്യങ്ങളെ പറ്റി വിവരിക്കുന്ന ആദ്യത്തെ പുസ്തകമല്ല ഹോർത്തൂസ് മലബാറിക്കസ്. ആക്ച്വലി ഹോർത്തൂസ് മലബാറിക്കസ് ഇന്ത്യൻ ഫ്ലോറയെ പറ്റി വിവരിക്കുന്ന 3ാമത്തെ പുസ്തകമാണ്. ഇതിനു മുന്നേ 1563 ഇന്ത്യൻ ഫ്ലോറയെ പറ്റിയ ഒരു പുസ്തകവും അതിനുശേഷം 1578 2ാമത്തെ പുസ്തകവും പുറത്തിറങ്ങിയിട്ടുണ്ട്. 1678 ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആദ്യ വോളിയം പുറത്തിറങ്ങുന്നത്. സോ ഹോർത്തൂസിന് മുന്നേ തന്നെ ഏകദേശം 2 ബുക്കുകളോളം 50 സ്പീഷീസുകളെ വിവരണം ചെയ്യുന്ന 2 ബുക്കുകളോളം ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. 3ാമതായിട്ടാണ് ഇറങ്ങിയിരിക്കുന്ന ബുക്കാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ്. 1678 ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ആയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോ 2024 നിൽക്കുന്നത്. നമ്മുടെ കയ്യില് എന്താ പറയാ ഒരു ഏതൊരു സസ്യത്തെ പറ്റിയും അല്ലെങ്കിൽ എന്തൊരു കാര്യവും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണ് ഇപ്പൊ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ChatGPT, ജെമിനായി പോലുള്ള ഒരുപാട് AI സാധനങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇത് 1678 ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഏകദേശം 30 വർഷത്തോളം അവരുടെ കഠിനാധ്വാനം കൊണ്ട് ഒരു ഫ്ലോറ ഒരു വലിയൊരു ഭൂപ്രദേശത്തിന്റെ ഫ്ലോറ അതിനെല്ലാം ക്ലാസിഫൈ ചെയ്ത് ക്രോഡീകരിച്ച് പിക്ചർ അടക്കം അതെങ്ങനെയാണ് പ്രകൃതിയിൽ നിൽക്കുന്നത്, അതിന്റെ ഇല എങ്ങനെയാണ്, പൂവ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ചിത്രസഹിതം അതിനെ രേഖപ്പെടുത്തുന്ന ഒരു ഗംഭീര കളക്ഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 12 വോളിയങ്ങളാണ് ഉള്ളത്. ഇതില് ഏകദേശം 742 അധ്യായങ്ങളിലായി 679 സസ്യങ്ങളെയാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ തന്നെ
573 സസ്യങ്ങളുടെ ഔഷധ യോഗ്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കൂടാതെ അതായത് ബാക്കിയുള്ള സസ്യങ്ങൾ ഇപ്പൊ ഔഷധ ഗുണയോഗ്യമില്ലാത്ത സസ്യങ്ങളാണെങ്കിൽ ഔഷധ ഗുണയോഗ്യമല്ല, ഈ നാട്ടിൽ വൈദ്യന്മാർ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇതില് ഹോർത്തൂസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹോർത്തൂസിൽ മലബാറിസിൽ എടുത്തിരുന്ന 139 മറ്റൊരു ഗ്രന്ഥത്തിലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതായത് എക്സ്ക്ലൂസീവ്ലി ദേ ആർ റെക്കോർഡഡ് ഓർ ഡോക്യുമെന്റഡ് ഇൻ ഹോർത്തൂസ് മലബാറിക്കസ്. ഈ സസ്യങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ മാത്രമേ അത് ഉൾക്കൊണ്ടിട്ടുള്ളൂ. വേറെ എവിടെയും ബാക്കി ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ ബാക്കി ഒരു ഫ്ലോറയിലോ ഒന്നും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രത്യേകത. ഇതാണ് ഹോർത്തൂസ് മുഖചിത്രം. നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ലേഡി ഉണ്ട് അല്ലെ, ഒരു ലേഡി ഉണ്ട്, ഒരു മണ്ണുമാന്തി വെച്ചിട്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. കയ്യിൽ മണ്ണുമാന്തി ഉണ്ട്. കാലിന് സൈഡിലായി ഒരു കത്തി ഉണ്ട്, ഒരു വാക്കത്തി. പിന്നെ ആ പുൽത്തകടി, ഫ്രണ്ടിലെ പുൽത്തകടി നോക്കുവാണെങ്കിൽ ഒരു തേങ്ങ ഇരിക്കുന്നുണ്ട്. പപ്പായ, ഓമയ്ക്ക എന്നൊക്കെ പറയണത് നമ്മുടെ പപ്പായ, കപ്പങ്ങ എന്നൊക്കെ പറയണേ, അത് മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു കപ്പങ്ങ, അതിന്റെ ഒരു പടമുണ്ട്. അതുകൂടാതെ 4 തദ്ദേശീയരായ ആൾക്കാരുടെ, നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ പിക്ചേഴ്സ് അതിലുണ്ട്. ചുറ്റും നോക്കുമ്പോൾ ഒരു പൂന്തോട്ടത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെയാണ് അതിന്റെ മുഖചിത്രം വരുന്നത്. ജെറോം ലെപ്രസി എന്ന് പറഞ്ഞൊരു ഡച്ച് പെയിന്റർ ആണ് ഇത് വരച്ചിട്ടുള്ളത്. ഒരുപാട് രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മുഖചിത്രമാണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഈ ലേഡി എന്ന് പറയുന്നത് ഫ്ലോറയാണ്, അതായത് റോമൻ ദേവതയായിട്ടുള്ള ഫ്ലോറയാണ്. അല്ല ഗ്രീക്കുകാരെ കൃഷിദേവതയായ സൈറസ് എന്നും ഒക്കെ ചരിത്രകാരന്മാർ ഇതിനെ പറയുന്നു. ചുറ്റും ഇരിക്കുന്ന ഈ താഴെ ഇരിക്കുന്ന 4 പേരില് ആദ്യം ഇരിക്കുന്ന 3 പേര് ഗൗഡസാരസ്വതരാമന്മാർ. നമ്മൾ ഇത് തുടർന്ന് വരെ പറ്റി പറയുന്നുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ പ്രധാനമായും പങ്കുവഹിച്ച 4 വ്യക്തികളാണ് അവരുടെ ചിത്രമാണ് ഈ മുഖചിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം 3 പേര് ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരും അതിന് പുറകിലായിട്ടിരിക്കുന്നത് ഇട്ടിയച്ചൻ വൈദ്യനാണ്. അതായത് ഇട്ടിയച്ചൻ വൈദ്യനാണ് ഈ ഗ്രന്ഥത്തിന്റെ മെഡിസിനൽ വാല്യൂ, എത്തനോ മെഡിക്കൽ സർവേ എല്ലാം നടത്തി ആ ഇൻഫർമേഷൻസ് നമ്മുടെ ഇതിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സഹായം വഴിയാണ്. കുറയ്ക്കുന്ന കുടുംബം കിട്ടിയിട്ടുള്ള ആ ഒരു ആളാണ് ഇട്ടിയച്ചൻ വൈദ്യൻ എന്ന് പറയുന്നു. സോ പിന്നെ നിങ്ങൾ ഒരു ചെടി പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കൊടപ്പന, ഒരു തെങ്ങ് പോലുള്ള ഒരു പ്ലാന്റ് അവിടെ ഉണ്ട്. അതിന്റെ ആ ചട്ടിയിൽ നോക്കുകയാണെങ്കിൽ 2 വളയങ്ങൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വളയങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒളിമ്പിക്സിലൊക്കെ 5 വളയങ്ങൾ, 5 ഭൂഖണ്ഡങ്ങളെ കാണിക്കുന്ന പോലെ വളയങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. അത് ലേറ്റസ്റ്റ് ഒക്കെ ആയിട്ട് വന്ന എംബ്ലം ആണ് ഈ ഒളിമ്പിക്സിന്റെ എംബ്ലം. ആ സമയത്ത് ഈ 1678 പുറത്തിറങ്ങിയ ഈ ബുക്കിൽ ഇതേ എംബ്ലം തന്നെ അതേ ഒരു ഇതുപോലെ, അതായത് ഒളിമ്പിക്സിൽ 5 ഭൂഖണ്ഡങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ഇന്ത്യൻ ഡച്ച്, അതായത് ഇന്ത്യയും ഡച്ചും ഈ 2 രാജ്യങ്ങളുടെയും കൂടി കൊളാബറേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രകാരൻ ഇങ്ങനെ ഒരു അടയാളം ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പൗരസ്ത്യ പാശ്ചാത്യ സമ്പ്രദായങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ ഒരു കൊളാബറേഷനിൽ വന്നിട്ട് വർക്കാണ് ഇതെന്ന് കാണിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ തെങ്ങുണ്ട്, പപ്പായ ഉണ്ട്. നമുക്കറിയാം തെങ്ങ് നമ്മുടെ നേറ്റീവ് ആയിട്ടൊരു പ്ലാന്റ് ആണ്. പപ്പായ മധ്യ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസ് ആണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു കൊളാബറേഷനിൽ വന്നിട്ടുള്ള 2 രാജ്യങ്ങൾ തമ്മിൽ ഉള്ള കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നാണ്. സോ ഇതാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മൂത്രം. അടുത്ത പ്രത്യേകത ഹോർത്തൂസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു മലയാള ഭാഷ അച്ചടി പുരണ്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആദ്യമായി അച്ചടിമഷി പുരണ്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന്. 4 ഭാഷയിലാണ്. അതായത് ഇത് മുമ്പേ പറഞ്ഞല്ലോ, ഓരോ ഫ്ലോറയിലും സസ്യങ്ങളെ പറ്റിയാണ് വിവരണം ചെയ്തു പോയിട്ടുള്ളത്. ആദ്യം ഒരു സസ്യത്തിന്റെ പേര് പറയും, ആ സസ്യത്തിന്റെ ആ നാട്ടിൽ കാണുന്ന ഫീച്ചേഴ്സ്, അതായത് അത് വളരുന്ന അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ പൂവ് എങ്ങനെയാണ്, കായ എങ്ങനെയാണ്, ഈ വക ബൊട്ടാണിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ മെഡിസിനൽ വാല്യൂസ് എന്തൊക്കെയാണ് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഡയഗ്രാം കൂടി വെച്ചിട്ടാണ് ഹോർത്തൂസ് ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നത്. തെങ്ങിൽ നിന്നാണ് തെങ്ങിന്റെ വിവരണത്തോടു കൂടിയാണ് ഹോർത്തൂസിന്റെ 1ാം വോളിയം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് തിനയിലാണ്. അതായത് തെങ്ങിൽ തുടങ്ങി തിനയിൽ അവസാനിക്കുന്ന 679 സസ്യങ്ങളുടെ വിവരണങ്ങളാണ് ഹോർത്തൂസിലുള്ളത്. ഓരോ സസ്യത്തിന്റെയും 4 ഭാഷകളിലുള്ള പേരുകളാണ് ഹോർത്തൂസിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതായത് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. തെങ്ങ് എഴുതിയിരിക്കുന്ന ലാറ്റിൻ ഭാഷയിലാണ്. അതിനുശേഷം എഴുതിയിരിക്കുന്ന മലബാറിക്ക എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നില്ലേ, അത് നമ്മുടെ ആര്യ എഴുത്താണ്. മലയാളത്തിന് പണ്ട് കാലത്ത് ആര്യ എഴുത്ത്, വട്ടെഴുത്ത് എന്നുള്ള 2 രീതിയിലുള്ള എഴുത്താണ്. അതായത് കോലെഴുത്ത്, വട്ടെഴുത്ത് എന്നുള്ള 2 രീതിയിലുള്ള എഴുത്താണ് ഉണ്ടായിരുന്നത്.
അതില് അന്ന് ചന്ദ്രക്കല ഉണ്ടായിരുന്നില്ല. തെങ്ങ് എന്നുള്ള ആ ചന്ദ്രക്കലയൊന്നും ഇല്ലാത്തൊരു ലിപിയായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. സോ തെങ്ങ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാണ് ആ രണ്ടാമത് കാണിക്കുന്നത്. അതിനുശേഷമുള്ളത് അറബി മലയാളം. അറബി മലയാളമാണ്. അറബി മലയാളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിപി അറബിയിലായിരിക്കും. അതായത് എഴുതുന്നത് അറബിയിലും പക്ഷെ ആ വായിക്കുന്നത് ആ മലയാളത്തിന്റെ അതിൽ തന്നെ. അതിനാണ് അറബി മലയാളം എന്ന് പറയുന്നത്. നാലാമതായി എഴുതിയിരിക്കുന്നത് കൊങ്കിണി ഭാഷയാണ്. അതായത് നാഗലിപി ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരുടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കിണി ഇതിൽ വരുന്ന ഹിന്ദു മതവിശ്വാസികളെയാണ് അങ്ങനെ പറയുന്നത്. അവര് 15ാം നൂറ്റാണ്ടിൽ ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് പലായനം ചെയ്തു വന്നിട്ടുള്ള ആളുകളാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാര്. സോ അവരുടെ നാഗലിപിയിലും എങ്ങനെയാണ് തെങ്ങ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. മാഡോ എന്നാണ് അതിന് പറയുന്നത്. അതാണ് ആ ലിപിയിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഈ 4 ഭാഷയിലായിട്ടാണ് ഓരോ സസ്യത്തിന്റെയും പേരുകൾ എഴുതി പോരുന്നത്. അതിൽ തന്നെ മലയാളം മാത്രമല്ല ആദ്യമായി അച്ചടി ഭാഷ പുരണ്ടത്. ഈ അറബി മലയാളവും ഈ നാഗലിപിയിലുള്ള ഗൗഡ സാരസ്വത ഭാഷയും എല്ലാം ആദ്യമായി അച്ചടി ഭാഷ പുരണ്ടത് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ടെക്സ്റ്റ് വഴിയാണ്. അടുത്തതായി ഇതാണ് അതിന്റെ അടുത്ത പ്രത്യേകത. അതായത് ഓരോ സസ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് പോരുമ്പോഴും ആ സസ്യത്തിന്റെ ഡയഗ്രം വളരെ മനോഹരമായിട്ട്, അതായത് ഇതൊരു കലാസൃഷ്ടിയാണ്. ഇത് കേവലം ഒരു ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഒരു ചികിത്സാ സമ്പ്രദായത്തെ മാത്രം പറ്റി പറയുന്നതല്ല. കൂടാതെ ആ പെയിന്റിങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു സസ്യത്തിനെ പ്രസന്റ്ലി അവർ നേരെ നോക്കി അതിന്റെ ഓരോ ഫീച്ചേഴ്സ് എങ്ങനെയാണ് എന്ന് നല്ല കറക്റ്റായി വൃത്തിയായി വരച്ചു വെച്ചിരിക്കുകയാണ്. ഭാവിയിൽ, അതായത് ഇത് 1600 എഴുതിയിരിക്കുന്ന ഒരു സംഭവം ഭാവിയിൽ ഇപ്പൊ 2024 ഒരു വിദ്യാർത്ഥി ഒരു ഗവേഷണ വിദ്യാർത്ഥി എടുത്തു നോക്കിയാലും അത് ഏത് സസ്യമാണെന്ന് യാതൊരു അതിന്റെ ബൊട്ടാണിക്കൽ ഐഡന്റിറ്റി ഒന്നുമില്ലാതെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഓരോ ചിത്രങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാലോ എല്ലാവർക്കും തെങ്ങാണെന്ന്. കാരണം അത്രയും മനോഹരമായിട്ട് ആ ചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ആ തെങ്ങിന്റെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, തെങ്ങിന്റെ മുകളിൽ ഒരു കുടം കമത്തി വെച്ചിരിക്കുന്ന കണ്ടോ? ഒരു കൊല പകുതി വെട്ടിയിട്ട് മാട്ടം കെട്ടിവെക്കുക എന്നാണ് ഇതിന് പറയുന്നത്. മാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ കള്ള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുടം കെട്ടിവെക്കുന്നതിനാണ് മാട്ടം കെട്ടിവെക്കുക എന്ന് പറയുന്നത്. സോ ആ ഒരു സമ്പ്രദായം, അതായത് ആ ഒരു ജീവിത കാലഘട്ടത്തെ, അന്നത്തെ ഒരു ആചാര അനുഷ്ഠാനങ്ങളെ, അന്നത്തെ ജോലി, അന്നത്തെ രോഗം, അന്നത്തെ ആളുകളുടെ ശൈലി എന്തായിരുന്നു, ആ ഒരു കാലഘട്ടത്തെ അങ്ങനെ തന്നെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. നോക്കൂ, തേങ്ങയുടെ ഉള്ളിൽ ആ പൊങ്ങ് വന്നിരിക്കുന്നതാണ് അടിയിൽ ആ വരച്ചു വെച്ചിരിക്കുന്നത്. തേങ്ങയുടെ കോല, തെങ്ങിൻ പൂക്കുല, ഇതെല്ലാം വളരെ ഭംഗിയായിട്ടാണ് പെയിന്റേഴ്സ് ഇതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഗ്രന്ഥം എന്താണെന്ന് പറഞ്ഞു, അതിൽ എത്ര വോള്യം ഉണ്ട്, എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെന്നാണ്. അതായത് ഡച്ചുകാര് 1663 കൊച്ചി കോട്ട കീഴടക്കി. അന്ന് മുതൽ കൊച്ചിയുടെ ഗവർണർ ആയിട്ടിരുന്ന വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോ ഈ ചിത്രത്തിൽ കാണുന്ന ഹെൻറിക് ആൻഡ്രിയാൻ വാൻ ഫ്ലീറ്റ്. ഓക്കെ, ഹെൻറിക് ആൻഡ്രിയാൻ വാൻ ഫ്ലീറ്റ്. ഇദ്ദേഹം സത്യം പറഞ്ഞാൽ 14 വയസ്സിൽ ആംസ്റ്റർഡാമിലാണ് ഇദ്ദേഹം ജനിച്ചത്. 14 വയസ്സോടുകൂടി സ്വന്തം അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് അനാഥരായി മാറിയ ഒരാളാണ്. അന്നേ വയസ്സ് മുതൽ തന്നെ അദ്ദേഹം അതാണ് പുള്ളി യാത്രയോട് ഭയങ്കര ക്രേസ് ആയിട്ട് ലോകയാത്രയിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. 14 വയസ്സ് മുതൽ ഇദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20-something വയസ്സായപ്പോഴാണ് അദ്ദേഹം കൊച്ചി കോട്ട കീഴടക്കി കൊച്ചിയുടെ ഗവർണറായിട്ട് വരുന്നത്. അന്ന് മുതൽ കൊച്ചിയിൽ ഇദ്ദേഹം എത്തിയ സമയത്ത് ഇദ്ദേഹം കണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് തരിശുഭൂമി. അതായത് അന്ന് നമ്മുടെ കേരളത്തിന് ഇപ്പൊ നമ്മുടെ കേരളം എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷൻ വർക്കുകളും ഒക്കെ ആയിട്ട് നടന്ന് ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പച്ചപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഹെൻറിക് ആൻഡ്രിയൻ വാൻഡ്രീഡ് വന്നിറങ്ങിയ സമയത്ത് തരിശുഭൂമിയിൽ പോലും വളരെയധികം തഴച്ചു വളരുന്ന മരങ്ങളും ചെടികളും കായ്കളും ഒക്കെ കൊണ്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു നമ്മുടെ കേരളം. അത് മാത്രല്ല, അന്നത്തെ കാലത്ത് ഡച്ചുകാർ കേരളത്തിൽ വന്ന സമയത്ത് ബാക്കിയുണ്ടായിരുന്ന വിദേശികളെല്ലാം തന്നെ യുനാനി ചികിത്സ, അറബ് സമ്പ്രദായം ചികിത്സ, അത് ഭയങ്കര വില കൂടിയ ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു അക്കാലത്ത്. അതുവഴി രോഗങ്ങള് മാറ്റുന്നതായിട്ടാണ് അന്ന് നമ്മുടെ വാൻഡ്രീഡ് ശ്രദ്ധിച്ചത്. പക്ഷെ വാൻഡ്രീഡ് നോക്കിയപ്പോ നമ്മുടെ കേരളത്തിലെ നമ്മുടെ നാട്ടുകാരെല്ലാവരും തന്നെ കേവലം പച്ചവെള്ളം കൊണ്ട് ചികിത്സിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ നോക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടായ സസ്യങ്ങൾ വെച്ചിട്ട് അവര് ഇവിടെ തന്നെ വെച്ച് മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നു, അത് കഴിക്കുന്നു, ഇവർക്ക് യാതൊരു അസുഖങ്ങളും വരുന്നില്ല, വളരെ ദീർഘായുസോടുകൂടി ജീവിക്കുന്നു, യാതൊരു രോഗങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു എന്നൊക്കെയാണ് വാൻഡ്രീഡ് അതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്.
സോ അത്രയും ആരോഗ്യമുള്ള ഒരു ജനത എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? വെറും പച്ചിലകളെ കൊണ്ട് ഇവർ എങ്ങനെ ജീവിക്കുന്നു, ഒരു രോഗവും ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു. ആ ചിന്തയിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഈ നാടെ പച്ചിലകളെ പറ്റി ഒന്ന് പഠിക്കാലോ, ഈ പച്ചിലകളെല്ലാം നമുക്കൊന്ന് കളക്ട് ചെയ്ത് അതിന്റെ വിവരണങ്ങൾ എങ്ങനെയൊക്കെയാന്ന് ക്രോഡീകരിക്കാലോ എന്ന് വിചാരിച്ചതാണ് ഹെൻറിക് വാൻഡ്രിയാൻ ആൻഡ്രീഡ് ആദ്യമായി ഹോർത്തൂസിന്റെ രചനയെ പറ്റി ചിന്തിക്കുന്നത്. അതായത് ഇന്നാട്ടിൽ വളരുന്ന സസ്യങ്ങളെ പറ്റി ഇന്നാട്ടിലെ ആൾക്കാരിൽ നിന്ന് തന്നെ വിവരങ്ങൾ കളക്ട് ചെയ്ത് അത് പുസ്തക രൂപേണ പബ്ലിഷ് ചെയ്ത് യൂറോപ്പിൽ എത്തിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ മുതൽക്കൂട്ടാവുമെന്നൊരു ബിസിനസ് ഉദ്ദേശം കൂടി അന്ന് വാൻഡ്രീഡിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് വാൻഡ്രീഡ് ഇത് പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഇത് ആരിൽ നിന്നാണ് കളക്ട് ചെയ്തത്, എങ്ങനെയാണ് ഇത് ഏതെങ്കിലും അറിവുള്ള വ്യക്തി ആരാണ് എന്നൊന്നും അറിയില്ല. അദ്ദേഹം നേരെ പോയി നമ്മുടെ കൊച്ചി രാജാവിനോട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് കൊച്ചി രാജാവ് ആണ് ഇട്ടി അച്യുതൻ എന്ന പ്രതിഭാശാലിയായ വൈദ്യനെ പറ്റി വാൻഡ്രീഡിന് അറിവ് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഇട്ടി അച്യുതനും ബാക്കിയുള്ള ആളുകൾ ഏകദേശം 30ഓളം ആളുകൾ 30 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഒരു ഗ്രന്ഥം പബ്ലിഷ് ആവുന്നത്. അപ്പം അങ്ങനെയാണ് വാൻഡ്രീഡ് ഈ ഒരു ഗ്രന്ഥരചനയിലേക്ക് കടക്കുന്നത്. സോ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഇതിനെ പറ്റി, അതായത് ഹോർത്തൂസിനെ പറ്റി എനിക്ക് യാതൊന്നും തന്നെ അറിയില്ല, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്കറിയില്ല, ബാക്കിയുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് 3-ാം വോളിയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഗ്രന്ഥരചനയ്ക്ക് ശേഷം, അതായത് 1678 അദ്ദേഹം തിരിച്ച് ആംസ്റ്റർഡാമിലേക്ക് പോയി. ഇതെല്ലാം കളക്ട് ചെയ്ത് ഒരു ചെമ്പ് തകിടിലാക്കി ഇദ്ദേഹം കപ്പലിൽ കയറി തിരിച്ച് അങ്ങ് പോയി, ആംസ്റ്റർഡാമിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് പബ്ലിഷിംഗ് തുടങ്ങുന്നത്. 10 വോളിയം പബ്ലിഷ് ചെയ്തതിനു ശേഷം അദ്ദേഹം വീണ്ടും നമ്മുടെ കൊച്ചിയിലേക്ക് എത്തി. 1691 അദ്ദേഹം വീണ്ടും കൊച്ചിയിലേക്ക് എത്തി. ആ ഒരു കാലയളവിൽ ഏകദേശം 10 വോളിയങ്ങളോളം പബ്ലിഷ് ചെയ്തിരുന്നു. കൊച്ചിയിലേക്ക് എത്തി 5 മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. പക്ഷെ കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തിന് ആരോ വിഷം കൊടുത്തുവെന്നും തിരിച്ച് ബോംബെയിലേക്കുള്ള യാത്രക്കിടയിൽ സൂറത്തിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പൊ അതായത് ആരോ വിഷം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രോഗം മൂർച്ഛിച്ചുവെന്നും ആ പോയ വഴിയിൽ അദ്ദേഹം മരിച്ചുവെന്നും ആണ് കഥകള് പറയുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുന്ന അങ്ങനെയാണ്. ഇപ്പോഴും സൂറത്തിലുള്ള ഒരു ഡച്ച് സെമിത്തേരിയിൽ ഈ വാൻഡ്രീഡിന്റെ ഭൗതിക അവശിഷ്ടങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അത് കാണാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ 1691 ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് 1692 93 അവസാനത്തെ വോളിയമായി 11-12 വോളിയങ്ങൾ പുറത്തിറങ്ങുന്നത്. അതായത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഈ 12 വോളിയങ്ങൾ ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം അതിന്റെ പ്രധാന ശില്പിയായ വാൻഡ്രീഡിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 10 വോളിയം വരെ കണ്ടിട്ടുള്ളൂ. ബാക്കി 2 വോളിയം അതിനുശേഷമാണ് എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് ഈ എന്താ പറയാ വാൻഡ്രീഡ് താമസിച്ചിരുന്ന കോട്ട, ഈ കൊച്ചിക്കോട്ടയിലെ വാൻഡ്രീഡ് അതിന് സമീപത്തായി ഒരുപാട് സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഒരു ഉദ്യാനം തന്നെ, ആ ഉദ്യാനത്തിന്റെ പേരായിരുന്നു ശരിക്കും ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പേര്. ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ് എന്നാണ് ശരിയായ പൂർണ്ണമായ നാമം. ഹോർത്തൂസ് മലബാറിക്കസ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വാൻഡ്രീഡ് കൊണ്ടുവന്ന സസ്യങ്ങളെല്ലാം കൊച്ചിക്കോട്ടയിൽ വെച്ച് പിടിപ്പിക്കുകയും അവിടെ ഒരു ചെറിയ ഉദ്യാനം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാലക്രമേണ ഇതെല്ലാം നശിച്ചു പോവുകയും ഇപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു പില്ലർ ഉണ്ടല്ലോ, ഈ പില്ലറാണ് വാൻഡ്രീഡ് താമസിച്ചിരുന്ന കൊച്ചിക്കോട്ടയായിട്ട് ഇപ്പൊ അവശേഷിക്കുന്ന ഏക വസ്തു. ഈ ഒരു പില്ലർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നാശോന്മുഖമായി പോയി. അതായത് ഹോർട്ടൂസ് എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാമം എന്നാണ്, പൂന്തോട്ടം എന്നാണ് അർത്ഥം. ഈ ഹോർട്ടൂസ് എന്ന പേര് പറഞ്ഞ് ലോപിച്ച് ഹോർട്ടൂസ്, ഹോർട്ടസ്, അത് ഓടത്ത, ഓടത്ത അങ്ങനെ ലോപിച്ച് ഇപ്പോൾ ഇത് ഓടത്ത എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൊച്ചിയിലെ ഗവൺമെന്റ് റോഡ്, ആ റോഡിന്റെ പേര് ഓടത്ത റോഡ് എന്നാണ്. ഓടത്ത റോഡ്. ഈ ഓടത്ത റോഡ് എന്ന പേര് വന്നിരിക്കുന്നത് ഈ 1670-90 ഇവിടെ താമസിച്ചിരുന്ന വാൻഡ്രീഡിന്റെ അദ്ദേഹത്തിന്റെ കൊച്ചിക്കോട്ടയുടെ ഈ പാലസ് റൂയിൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളും ആ ഒരു മെമ്മറിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ആ ഓടത്ത റോഡ് എന്ന് പേര് വന്നിരിക്കുന്നത്. സോ ഇത് മാത്രമാണ് ഇപ്പൊ നമുക്ക് നിലവിൽ നമ്മുടെ കൊച്ചിയിലെ നമ്മുടെ വാൻഡ്രീഡിന്റേതായിട്ടെന്ന് പറയപ്പെടുന്ന ഇതൊരു ഖേദകരമായ സത്യമാണ്. സോ ഇതിന് ശേഷം വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട വൈദ്യനാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഹോർത്തൂസിന്റെ രചനയിൽ. അദ്ദേഹത്തിന്റെ പേര് ഇട്ടി അച്യുതൻ വൈദ്യൻ എന്നാണ്. ഇട്ടി അച്യുതൻ വൈദ്യൻ നിങ്ങൾക്കറിയാം, ചേർത്തല, ഇപ്പത്തെ നമ്മുടെ ചേർത്തല പറയുന്ന സ്ഥലം പണ്ട് കരപ്പുറം എന്നായിരുന്നു പേര്. അതിന്റെ പേര് കരപ്പുറം എന്നായിരുന്നു. ആ കരപ്പുറത്തെ കൊടകരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പൊ അതിന്റെ പേര്
കടക്കരപ്പള്ളി എന്നാണ്. കടക്കരപ്പള്ളി. നിങ്ങൾ ചേർത്തല ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ സ്ഥലം കാണാം. കടക്കരപ്പള്ളി എന്നാണ് പേര്. പക്ഷെ പണ്ട് കാലത്തിന്റെ പേര് കൊടകരപ്പള്ളി എന്നായിരുന്നു. ആ കൊടകരപ്പള്ളി അന്നത്തെ ചേർത്തല ഒരു ബുദ്ധ വിഹാര കേന്ദ്രമായിരുന്നു. ഈ കൊടകരപ്പള്ളി, ഈ പള്ളി എന്ന് പറയുന്നത് പാലി ഭാഷയില് ദേവാലയം എന്നാണ് അർത്ഥം. നമ്മുടെ ഇവിടെ ഇടപ്പള്ളി ഉണ്ട്. ഇതെല്ലാം പാലി ഭാഷയില് ദേവാലയം എന്നാണ് അർത്ഥം. അതായത് ദേവാലയം എന്ന് പറയുമ്പോൾ ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് ഇതിന്റെയൊക്കെ സൂചന തരുന്നത്. ഇത് ചരിത്രകാരന്മാർ പറയുന്നതാണ്. ആ ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം പണ്ട് കാലത്ത് പഠനം, ഒരു ശാസ്ത്രം പഠിക്കണമെങ്കിൽ ഉന്നത മതസ്ഥർക്ക് മാത്രമായിരുന്നു ആ ശാസ്ത്രം പഠിക്കാനുള്ള ഒരു യോഗ്യത കൊടുത്തിരുന്നത്. താഴ്ന്ന ജാതിക്കാർക്കൊന്നും പഠിക്കാനുള്ള ഒരു സംവിധാനം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്താണ് ബുദ്ധമതം കേരളത്തിലേക്ക് കടന്നു വന്നത്. ബുദ്ധമതത്തിനെ സംബന്ധിച്ച് അവർ എല്ലാ മതക്കാരെയും ഒരേപോലെ കണക്കാക്കുകയും എല്ലാവർക്കും വിദ്യ പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതവിഭാഗമായിരുന്നു ഈ ബുദ്ധ വിഭാഗം. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ചേർത്തലയിലാണ് അവർ പ്രധാനമായിട്ടും താമസിച്ചിരുന്നത്. അവർ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന എല്ലാ താഴ്ന്ന ജാതിക്കാരെയും ഇവര് ആയുർവേദം പോലുള്ള ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആയുർവേദം പഠിച്ചു വന്ന ഒരു ഈഴവ കുടുംബത്തിൽപ്പെട്ട ഒരു വൈദ്യനാണ് ഇ.ടി. അച്യുതൻ വൈദ്യൻ. ഇ.ടി. അച്യുതൻ വൈദ്യന്റെ വീട്ടുപേര് കൊല്ലാട്ടുപറമ്പിൽ എന്നാണ്. അപ്പൊ ആ കൊല്ലാട്ടുപറമ്പിൽ ആ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് എപ്പോഴും വൈദ്യം ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ അന്ന് ഏറ്റവും മൂത്ത ആള് നമ്മുടെ ഇ.ടി. അച്യുതൻ വൈദ്യനായിരുന്നു. അതുകൊണ്ട് ഇ.ടി. അച്യുതൻ വൈദ്യനെ കൊല്ലാട്ട് വൈദ്യൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ പല ഭാഗങ്ങളിലും കൊല്ലാട്ട് വൈദ്യൻ എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാല് കൊല്ലാട് ഈ എന്താ പറയാ കടകരപ്പള്ളിയിലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുരിയാല മാത്രമാണ് കാണാൻ പറ്റുക. ഇത് ഇപ്പൊ എടുത്ത ഫോട്ടോയാണ്, റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. ഈ കുരിയാല അതായത് പെലിപ്പുര, ഈ പെലിപ്പുരയോട് കുറെ ഔഷധത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇ.ടി. അച്യുതൻ വൈദ്യൻ വെച്ചു പിടിച്ചെന്ന് പറയപ്പെടുന്നതൊക്കെയാണ്. പക്ഷെ അതെല്ലാം അശ്വമുഖമായി പോയി. ഈ കാണുന്ന പെലിപ്പുര ഇപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന രണ്ടുപേരാണ് നോക്കിപ്പോരുന്നത്. ഇത് കൃഷ്ണപുരം പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലയിൽപ്പെട്ട ഒരു ഇതാണ്. ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു വീടാണ് നിലവിൽ ഇ.ടി. അച്യുതന്റെ തായ് വഴിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം. കൊടകുത്താൻ പറമ്പ് എന്ന് പറഞ്ഞത്, അതായത് കടകരപ്പള്ളിയിലെ 8ാം വാർഡിലെ കൊടകുത്തറമ്പ് എന്ന സ്ഥലത്താണ് ഇപ്പൊ ഈ വീടുള്ളത്. ഈ വീട് ഇപ്പോഴും അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഖൽവയന്ത്രം, അതായത് മരുന്ന് അരക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഖൽവയന്ത്രം, കഴഞ്ചി, കൊല തുടങ്ങിയ സാധനങ്ങളെല്ലാം ഈ വീട്ടിൽ ഇപ്പോഴുണ്ട്. പക്ഷെ ഇതൊന്നും അവരത്ര പ്രോപ്പറായിട്ടല്ല ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ്രാവക ഗവേഷകർക്ക് കൈമാറിയിട്ടുമില്ല. ഇപ്പോഴും അവരുടെ അണ്ടറിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതത്ര ശ്രദ്ധ കൊടുക്കാത്ത രീതിയിൽ അതിന് വേണ്ടത്ര ഒരു അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇ.ടി. അച്യുതൻ വൈദ്യൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാൻഡ്രിഡ് കൊച്ചി രാജാവിനോട് സംസാരിച്ച ശേഷം കൊച്ചി രാജാവാണ് ആദ്യമായിട്ട് ഇ.ടി. അച്യുതൻ വൈദ്യന്റെ പേര് പറയുന്നത്. കൊച്ചി രാജാവ് നേരിട്ട് പോയി പട്ടും വളയും കൊടുത്ത് ഇ.ടി. അച്യുതൻ വൈദ്യനെ കൊച്ചിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആണ് ഈ രചനയിലേക്ക് ഇ.ടി. അച്യുതൻ വൈദ്യൻ ഇറങ്ങുന്നത്. അപ്പൊ ഇ.ടി. അച്യുതൻ വൈദ്യൻ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ വൈദ്യം ചികിത്സിച്ച് വന്ന ആളായതുകൊണ്ടും തദ്ദേശീയനായതുകൊണ്ടും ഈ നാട്ടിലെ ആളായതുകൊണ്ടും ഈ നാട്ടിൽ എന്തൊക്കെ മരുന്നുകളാണ് ഏതൊക്കെ രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് വശമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അറിവുകളെല്ലാം അദ്ദേഹം വാൻഡ്രിഡിലേക്ക് ഷെയർ ചെയ്തു. മലയാള ഭാഷയായിരുന്നു ഇ.ടി. അച്യുതൻ. ഇ.ടി. അച്യുതന്റെ മലയാളം തർജ്ജമ ചെയ്യാൻ വേണ്ടി മറ്റ് ഡച്ചുകാരുണ്ടായിരുന്നു. അവര് വഴി അത് തർജ്ജമ ചെയ്ത് ലത്തീൻ ഭാഷയിലേക്കാണ് ഇത് എഴുതി പബ്ലിഷായി വന്നത്. ഓക്കെ, സോ നമ്മള് ഹോർത്തൂസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹോർത്തൂസ് പറയുന്നുണ്ട്, എന്റെ സ്വന്തം ചികിത്സാലയത്തിൽ ചികിത്സിച്ച് ഉറപ്പ് വരുത്തിയ മരുന്നാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ. അതായത് ഒരു ക്ലിനിക്കൽ സ്റ്റഡി. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു മരുന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒരു ലീഡാണ് നമ്മളൊരു സർവേ നടത്തും, അല്ലെങ്കിൽ എത്രയോ ബൊട്ടാണിക്കൽ സർവേയോ അങ്ങനെയുള്ള സർവേ നടത്തി നമുക്ക് കിട്ടുന്ന ലീഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡി വഴി, ക്ലിനിക്കൽ സ്റ്റഡി വഴിയൊക്കെയാണ് നമുക്ക് ചെയ്യാം. പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനങ്ങളോ ഇതൊന്നും തന്നെ ഇല്ല. നേരിട്ടൊരു ആൾക്ക് മരുന്ന് കൊടുത്തു തന്നെയായിരുന്നു അന്ന് ചികിത്സിച്ചിരുന്നത്. അതുകൊണ്ട് അന്നത്തെ രീതിയിൽ എങ്ങനെയായിരുന്നു ഒരു രോഗത്തെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിന് പ്രതിരോധം ചെയ്യുക എന്നുള്ള വിവരങ്ങളെല്ലാം ആ കാലത്ത് ജീവിച്ചിരുന്ന വൈദ്യന്മാർക്ക് വളരെ സുപരിചിതമായിരുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു വൈദ്യനായിരുന്നു നമ്മുടെ ഇ.ടി. അച്യുതൻ വൈദ്യൻ. അതുകൊണ്ട് ആ വിവരങ്ങളെല്ലാം അദ്ദേഹം ഈ ഹോർത്തൂസിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 2789 ചികിത്സാ വിധികൾ 2789 ചികിത്സാ വിധികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 201 രോഗങ്ങളുണ്ട്. പനി മുതല് വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സകള് 209 രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സകളെല്ലാം വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഇതിലെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വഴി
പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്കത് എടുത്തൊരു പേറ്റന്റ് മെഡിസിനോ അല്ലെങ്കിൽ പുതിയൊരു സംഭവം ഒന്നും ആക്കി മാറ്റാൻ പറ്റില്ല. പക്ഷേ നിലവിലുള്ള റിസർച്ചുകൾ വഴി നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നവര് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഗവേഷണം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ബൊട്ടാണിസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ സ്കൂൾ കുട്ടികളായിരിക്കാം. പക്ഷെ നിങ്ങൾ ഓരോരുത്തരിലും ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതായത് നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ എന്തും അറിയാനുള്ളതും അത് തെളിയിക്കാനുള്ളതുമായിട്ടുള്ള ഒരു കഴിവോട് കൂടിയാണ് അവൻ വരുന്നത്. ജനിക്കുമ്പോഴേ തന്നെ അന്വേഷിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. കൈകൊണ്ട് തപ്പിയും കൈകൊണ്ട് അറിഞ്ഞും വായ കൊണ്ട് രുചിച്ചും ഒക്കെയാണ് നമ്മളെല്ലാം അറിയുന്നത്. അപ്പൊ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആ മനുഷ്യന്റെ ആ ശാസ്ത്രജ്ഞ അതിനെ എന്താ പറയാ, ആ അഗ്നിയെ ഇഗ്നൈറ്റ് അതിനെ കത്തിക്കാൻ ഉതകുന്ന എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻസും അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ്. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റഡിയിൽ നിന്ന് തുടങ്ങി ഒരു വേണമെങ്കിൽ ഒരു ആന്റി ഫംഗൽ ആവാം, ആന്റി മൈക്രോബിയൽ ആവാം, അങ്ങനെയുള്ള സ്റ്റഡിയിൽ തുടങ്ങി ഒരു പുതിയ മെഡിസിൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഇന്നോവേഷൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിവരങ്ങളുടെ ക്രോഡീകരണമാണ് ഹോർത്തൂസ്. ഓക്കെ, സോ ഇട്ടിയച്യുതൻ വൈദ്യനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇട്ടിയച്യുതൻ വൈദ്യൻ ഇത് കൊടുത്താൻപറമ്പിലെ കുറച്ച് അവശിഷ്ടങ്ങളാണ്. അപ്പോ ഇട്ടിയച്യുതൻ വൈദ്യൻ ഈ ഗ്രന്ഥരചനയെ സഹായിച്ചതിന് ശേഷം അദ്ദേഹത്തെ പല രീതിയിലാണ് കഥകൾ പോകുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹത്തിന്റെ ഈ ഉള്ള ഛായാചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഈ ചേർത്തലയിൽ ഇപ്പൊ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഇട്ടിയച്യുതൻ വൈദ്യൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റുകാർ വരപ്പിച്ച രേഖാചിത്രമാണ്. അതല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ചിത്രം ഇങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇദ്ദേഹത്തെ പറ്റി യാതൊരു അറിവുകളും നിലവിലില്ല. എല്ലാം ഇതുപോലെ ഊഹാപോഹങ്ങളാണ്. പക്ഷെ ഈ എഴുതിയിരിക്കുന്ന ഇട്ടിയച്യുതന്റെ കോലെഴുത്ത് ലിപിയിലെ സാക്ഷ്യപത്രം, ഇത് അദ്ദേഹം സ്വന്തം കൈപ്പടയാൽ എഴുതിയിരിക്കുന്ന സാക്ഷ്യപത്രമാണ്. ഇത് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. നോക്കൂ, ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അവരുടെ ഒപ്പൊക്കെ നോക്കിയാൽ നമുക്കറിയാം. ആ ഒരു കോലെഴുത്ത് ലിപിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ്. സോ ഈ ഒരു സാക്ഷ്യപത്രം അല്ലാതെ മറ്റൊന്നും തന്നെ യാതൊരു വിവരങ്ങളും ഇദ്ദേഹത്തെ പറ്റി ഇല്ല. നമുക്കറിയാം, പണ്ട് മുതലേ മഹത്തായ ഒരു സൃഷ്ടിക്ക് പിന്നിൽ ഒരു സഹായിച്ചിട്ടുള്ള ഒരാളെ കൊന്നുകളയുക എന്നുള്ളൊരു ഉദ്യമമായിരുന്നു മിക്കവാറും വിദേശീയരുടെ എല്ലാം തന്നെ. വിദേശീയരായിക്കോട്ടെ സ്വദേശീയരായിക്കോട്ടെ, ഒരു മഹത്തായ സൃഷ്ടി നടത്തുമ്പോൾ അത് സൃഷ്ടിച്ച ആളെ കൊന്നുകളയുക. അതായത് അതിനുശേഷം മറ്റൊരു രചനയിലേക്കോ മറ്റൊരു സൃഷ്ടിയിലേക്കോ അവർ പോകരുതെന്നുള്ളൊരു ചിന്ത, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ മിക്ക കൊലപാതകങ്ങളും അരങ്ങേറിയിരുന്നത് ആ പണ്ട് കാലത്ത്. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും നടന്നിട്ടുണ്ടാവുക. പല രീതിയാണ് കഥകൾ ചിത്രകാരന്മാർ പറയുന്നത്. ഇട്ടിയച്യുതൻ വൈദ്യനെ വാൻഡ്രീഡിനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പകരം ഇട്ടിയച്യുതൻ വൈദ്യനെ വാൻഡ്രീഡ് ആംസ്റ്റർഡാമിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു കഥയുള്ളത്, ഇട്ടിയച്യുതൻ വൈദ്യൻ ആംസ്റ്റർഡാമിലേക്ക് പോകുന്ന വഴി കപ്പല് നശിച്ചു പോവുകയും അങ്ങനെ അയാൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. നിലവിൽ ഇട്ടിയച്യുതൻ വൈദ്യന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു കൃത്യതയില്ലാതൊരു വസ്തുതയാണ്. സോ അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ബാക്കിയുള്ള ആളുകളാണ്. ആരൊക്കെയാണ് മറ്റ് സഹായികൾ ആരൊക്കെയായിരുന്നു? ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരു ഗൗഡ സാരസ്വ ബ്രാഹ്മണന്മാര്, 3 ഗൗഡ സാരസ്വ ബ്രാഹ്മണന്മാർ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിനായക പണ്ഡിറ്റ്, രംഗഭട്ട്, അപ്പുഭട്ട്. ഇവരും ഒരു വൈദ്യ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ്. അപ്പോ ഇട്ടിയച്യുതൻ വൈദ്യനെ പോലെ തന്നെ ഈ ഗ്രന്ഥരചനയിൽ മെഡിസിനൽ യൂസുകളെ പ്രതിപാദിക്കുന്നതിൽ ഇവർക്കും വളരെയധികം പങ്കുണ്ട്. അതുകൂടാതെ ഫാദർ മാത്യു ഓഫ് സെന്റ് ജോസഫ്, ഇദ്ദേഹമാണ് ആദ്യകാലത്ത് ഇട്ടിയച്യുതന് മുന്നേ വാൻഡ്രീഡിനെ ഹെൽപ്പ് ചെയ്തിരുന്ന ആള്. ഈ ഒരു അച്ഛനായിരുന്നു, പാതിരിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൃത്യതയില്ലായ്മയും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടായിരുന്ന കാരണമാണ് ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഇട്ടിയച്യുതൻ വൈദ്യനിലേക്ക് വാൻഡ്രീഡ് പോയത്. അതിനുശേഷം 4 പെയിന്റേഴ്സ് ആണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തത്. ഇത് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്യാനുള്ള വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് കോപ്പർ വർക്കേഴ്സ്, അവരും ഉണ്ടായിരുന്നു. അതുകൂടാതെ തൃശ്ശൂർ അടുത്തുള്ള അമ്പഴക്കാട്ട് പ്രസ്സിലാണ് ഇതിന്റെ ആദ്യത്തെ ഈ ഹോർത്തൂസിന്റെ അച്ചടി നടന്നത്. അതായത് അങ്ങനെ അവർ ശ്രമിച്ചിരുന്നു, പക്ഷെ നടക്കാത്തത് കൊണ്ടാണ് ആംസ്റ്റർഡാമിലേക്ക് പോയതെന്നൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഹോർത്തൂസ് മലബാറിക്കസിന് മുന്നേ ഉണ്ടായ പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു. അതായത് ഹോർത്തൂസിന് ഒരു റഫറൻസ് ബുക്ക്, എപ്പോഴും ഒരു ഗ്രന്ഥത്തിന് ഒരു റഫറൻസ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഹോർത്തൂസിന്റെ റഫറൻസ് ബുക്ക് എന്ന് പറയാൻ പറ്റുന്നത് ഇട്ടിയച്യുതൻ വൈദ്യന്റെ കയ്യിലുണ്ടായിരുന്ന ചൊൽക്കേട്ട പുസ്തകം എന്നാണെന്നാണ് പറയുന്നത്. ചൊൽക്കേട്ട പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു ഓരോ മരുന്നുകളും ഉപയോഗിച്ചിരുന്നെന്ന് ഈ ഇട്ടിയച്യുതൻ വൈദ്യൻ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബ വഴിയിൽ നിന്ന് ഒരു താളിയോല ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്നു. ആ താളിയോല ഗ്രന്ഥത്തിനെയാണ് ചൊൽക്കേട്ട പുസ്തകം എന്ന് പറയുന്നത്. ചൊൽക്കേട്ട പുസ്തകം എന്നാൽ ചൊല്ലിക്കേട്ട പുസ്തകം. അതായത് ഇത് ഓറൽ നോളജ് ആണല്ലോ. വടക്കൻ പാട്ട് പോലെ നമ്മൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് പറഞ്ഞാണെന്ന് കൊടുത്തിരുന്നത്. ഓറലി ആണ് എല്ലാം ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരുന്നത്. സോ ചൊൽക്കേട്ട പുസ്തകം വഴിയാണ് ഈ നോളജ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഗൗഡ സാരസ്വ ബ്രാഹ്മണന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന മഹാനികണ്ഠം, ആയുർവേദം പഠിച്ച വ്യക്തികൾക്ക് അറിയാം. മദനബാല നിഘണ്ടു എന്ന് പറഞ്ഞൊരു ക്ലാസിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ മദനബാല നിഘണ്ടുവിലും കൊടുത്തിരിക്കുന്നത് ഇതേ സസ്യങ്ങളെ പറ്റി തന്നെയാണ്. സോ ഈ 2 പുസ്തകങ്ങളെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയിരിക്കുന്നത്.
അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രൊഫസർ KS മണിലാൽ. പ്രൊഫസർ കാവുങ്കൽ സുബ്രഹ്മണ്യൻ മണിലാൽ എന്നാണ് മുഴുവൻ പേര്. ഇദ്ദേഹമാണ്, അതായത് ഹോർത്തൂസ് മലബാറിക്കസ് 300 വർഷം മുമ്പ് എഴുതപ്പെട്ടു. ലത്തീൻ ഭാഷയിലാണ് എഴുതി ആംസ്റ്റർഡാമിൽ പോയി പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇതിനെപ്പറ്റി കേരളത്തിൽ ആർക്കും പിന്നെ വേറെ അറിവുകളില്ല. ഇത് മൺമറഞ്ഞു പോയി. ഇതിനെപ്പറ്റി ഇത് എവിടെയാണെന്നോ ഇത് എന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ആരെങ്കിലും എഴുതി തുറന്നാൽ തന്നെ ലത്തീൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് മലയാളികളെ നമുക്ക് പറ്റിയിട്ടില്ല. അക്കാലത്ത് ഇത് ആർക്കും ഇതിനെപ്പറ്റി വലിയ അറിവുകൾ ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിലാണ് ശാസ്ത്രജ്ഞനായ ബൊട്ടാണിസ്റ്റ് ആയ മണിലാൽ സാർ ഈ പുസ്തകങ്ങൾ കാണുകയും ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ ആ ചിത്രങ്ങളെല്ലാം കണ്ട അവസ്ഥയിൽ തന്നെ ഇറ്റ് ഇഗ്നൈറ്റഡ് മൈ ഡിസേഴ്സ്, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു അതായത് ശാസ്ത്രജ്ഞൻ എന്നുള്ള ആ ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ജ്വലിച്ചതും അദ്ദേഹം പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി ഇതിന്റെ വിവരങ്ങൾ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. ഏകദേശം അതായത് ഇ.ടി. അച്യുതൻ വൈദ്യനും ആന്റണിയുടെ എല്ലാം ഏകദേശം 30 വർഷത്തോളം എടുത്താണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടതെങ്കിൽ ഈ ഗ്രന്ഥം തിരിച്ചെടുത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ആക്കി നമ്മുടെ ഇപ്പൊ നിലവിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥയിൽ സമൂഹത്തിന് മുന്നിൽ അർപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹവും ഏകദേശം 30-35 വർഷങ്ങളോളം എടുത്താണ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. ലത്തീൻ ഭാഷയിൽ ഉണ്ടായിരുന്ന ആ ഗ്രന്ഥത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം മലയാള ഭാഷ പഠിക്കുകയും മലയാള ഭാഷ പഠിച്ചതിന് ശേഷം മലയാള ഭാഷ അല്ല ലത്തീൻ ഭാഷ പഠിക്കുകയും ലത്തീൻ ഭാഷ പഠിച്ചതിന് ശേഷം അദ്ദേഹം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അന്ന് വരച്ചു വെച്ചിരിക്കുന്ന ഓരോ സസ്യത്തിന്റെയും ബൊട്ടാണിക്കൽ നെയിമുകൾ എന്താണെന്ന് കൂടി ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഫാമിലി എന്താ, ബൊട്ടാണിക്കൽ നെയിം എന്താണ്, നിലവിൽ ഇപ്പോ ആ സസ്യങ്ങൾക്ക് എന്തൊക്കെ പേരുകളാണ് പറയുന്നത്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വരെ അദ്ദേഹം അത് എഴുതി ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ, അതായത് മലയാളം ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഒരു പ്രസന്റബിൾ ഫോമിലേക്ക് നമ്മുടെ മുന്നിൽ എത്തിച്ചു തന്നിരിക്കുന്ന മഹത് വ്യക്തിയാണ് പ്രൊഫസർ KS മണിലാൽ. അക്കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാരംഭ കാലഘട്ടത്തിലൊന്നും ഇദ്ദേഹത്തെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ, ഇപ്പൊ നമ്മുടെ IMBിയിലുള്ള സുരേഷ് സാറ് അങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു ശിഷ്യ പരമ്പരയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ശിഷ്യന്മാരുടെ എല്ലാവരുടെ ഹെൽപ്പോട് കൂടി ഇദ്ദേഹം ആ 12 വോളിയങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കി ചെയ്തു. അദ്ദേഹം സ്വന്തം കയ്യിലിരുന്ന് അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്ത് വരെ വിറ്റിട്ടാണ്, ആ കാശ് കൊണ്ടാണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്തത്. എന്നിരുന്നിട്ട് കൂടി ഇദ്ദേഹത്തിന് വേണ്ടതായ രീതിയിലുള്ള ഒരു റോയൽറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ക്രെഡിബിലിറ്റി ഒന്നും ആരും, കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതിനാരും കൊടുത്തില്ല. 2020 ആദ്യമായി ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നൊരു പുരസ്കാരം കിട്ടുന്നത്. അതുവരെ ഇദ്ദേഹം ചെയ്ത ഹാർഡ് വർക്കിനോ ഈ കഠിനാധ്വാനങ്ങൾക്കോ എന്നും യാതൊരു പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ യാതൊരു ക്രെഡിബിലിറ്റിയോ ആരും കൊടുത്തിരുന്നില്ല. 2020 പത്മശ്രീ കൊടുത്ത് ആണ് നമ്മുടെ ഭാരതം ഇദ്ദേഹത്തെ ആദരിച്ചത്. ഇതിനു മുന്നേ മോസ്റ്റ് സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള ആംസ്റ്റർഡാമെന്നും നോർവേയിലൊക്കെ ഇദ്ദേഹത്തിന് എല്ലാവരും, അതായത് മറ്റു രാജ്യങ്ങളെല്ലാം ഇദ്ദേഹത്തെ ആദരിച്ചപ്പോൾ പോലും സ്വന്തം രാജ്യമായ ഇന്ത്യയോ അല്ലെങ്കിൽ കേരളമോ ഇദ്ദേഹത്തിന് യാതൊരു പേര് കൊടുത്തിരുന്നില്ല. വളരെ റീസെന്റ് ആണ് 2020 ഇദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. ഇപ്പൊ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 86 വയസ്സുണ്ട്. നോർത്ത് പറവൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ നേറ്റീവ് ആയിട്ടുള്ളത് നോർത്ത് പറവൂരാണ്. കൊടുങ്ങല്ലൂരൊക്കെയാണ് ഇദ്ദേഹം പഠിച്ചത്. വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഇദ്ദേഹം ഒരു നോർത്ത് പറവൂർ സ്വദേശിയാണ്. നമ്മുടെ റീവൈൽഡും ഞാനും ഒരു നോർത്ത് പറവൂരിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇദ്ദേഹമാണ് പ്രൊഫസർ KS മണിലാൽ സാർ. ഇദ്ദേഹത്തിന്റെ പ്രയത്നത്താലാണ് നമുക്കിപ്പോ നിലവിൽ നമ്മുടെ കയ്യിലെത്തിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം കിട്ടിയത്. ഇനി ഹോർത്തൂസിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഹോർത്തൂസില് മെഡിസിനുകളെ പറ്റി പറയുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് വായിച്ചു നോക്കി അറിയാം. ഇത് തെങ്ങിന്റെ ആണ് കേട്ടോ. തെങ്ങിന്റെ യൂസുകളെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. തെങ്ങിന്റെ വേരും ചുക്കും വെള്ളം ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ പനിക്ക് നല്ലതാണ്. ഒരു ആന്റിബയോട്ടിക് ആക്ടിവിറ്റി, ഇപ്പൊ നിങ്ങളുടെ PhD വർക്ക് ചെയ്യുന്ന സമയമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊജക്ടുകൾ ചെയ്യുന്ന സമയത്ത് ഒരു അനിമൽ സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ആന്റിബയോട്ടിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗ്, ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് തെങ്ങിന്റെ വേര് എടുക്കാവുന്നതാണ്. തെങ്ങിന്റെ വേര് ചുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ചുക്ക് എന്ന് പറഞ്ഞാൽ ഈ ജിഞ്ചർ, അതായത് ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുക്ക് എപ്പോഴും നമ്മുടെ ആയുർവേദത്തിൽ ചൊല്ലുണ്ട്, ചുക്കില്ലാത്ത കഷായമില്ല. ചുക്കില്ലാത്ത കഷായം എന്ന് പറഞ്ഞാൽ എല്ലാ കഷായത്തിലും ചുക്ക് നമ്മൾ ചേർക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചുക്ക് ഒരു ബയോ അവൈലബിലിറ്റി എൻഹാൻസർ ആണ്. നമ്മൾ ചുമ്മാ മരുന്ന് കഴിച്ചാൽ പോരല്ലോ, ആ കഴിച്ച മരുന്ന് നമ്മുടെ രക്തത്തിലേക്ക് എത്തുകയും അത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആക്ട് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അത് നമ്മുടെ രക്തത്തിലേക്ക് 100% എത്തണം. ഇപ്പൊ നമ്മള് ഒരു മോഡേൺ മെഡിസിൻ കഴിക്കുമ്പോൾ IV ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ നേരിട്ട് IV നമ്മുടെ വെയിനിലൂടെ കയറ്റി വിടുമ്പോൾ അതിന്റെ ബയോ അവൈലബിലിറ്റി 100%. കാരണം നേരിട്ട് രക്തത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ആ സമയത്ത് നമ്മൾ വായു വഴി ഓറലി ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അത് ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷൻ കഴിഞ്ഞ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തി ആക്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും, കുറച്ചും കൂടി ബയോ അവൈലബിലിറ്റി കുറയും. അപ്പൊ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന മരുന്നിനെ അതിനെ ബയോ അവൈലബിൾ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി പൊട്ടൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ചുക്ക്, ജീരകം,
കുരുമുളക്, തിപ്പലി ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഒരു ഫോർമുലേഷൻ പ്രിപ്പയർ ചെയ്യുക. ഇത്തരം അഡിറ്റീവ്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ബയോ അവൈലബിലിറ്റി എൻഹാൻസർ ആണ്. നമ്മൾ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയന്റിന്റെ ആക്ടിവിറ്റിയെ 100% എത്തിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രിൻസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ വക സാധനങ്ങൾ ചേർക്കുന്നത്. ഇത് പഴയ കാലം മുതൽ തന്നെ എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ കഷായ യോഗങ്ങളിലും, എല്ലാ ആയുർവേദ മരുന്നുകളിലായിക്കോട്ടെ, അല്ല ഇതേപോലുള്ള നാട്ടു സമ്പ്രദായങ്ങളായിക്കോട്ടെ, ചുക്ക്, കുരുമുളക്, തിപ്പലി പോലുള്ള സാധനങ്ങൾ ചെല്ലുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. സോ ഇത് അങ്ങനെ ഒരു യൂസ് ആണ്. അതുകൂടാതെ നോക്കിയേ, വേര് പൊടിച്ച് വെളിച്ചെണ്ണ ചേർത്തുണ്ടാക്കിയത് വായു കഴുകിയാൽ വായിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ശമിക്കും. ഇളം ശാഖ പിഴുത്ത ചാറ് അല്പം തേൻ ചേർത്ത് കണ്ണിൽ ഒഴിച്ചാൽ വേദന ശമിക്കും. ഇങ്ങനെ വേര് ആയിക്കോട്ടെ, ഇലയുടെ യൂസ് ആയിക്കോട്ടെ, പൂക്കളുടെ ആയിക്കോട്ടെ, പൊങ്ങിന്റെ ആയിക്കോട്ടെ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങൾ, തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും വെച്ചിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസും ഇതിൽ പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഹോർത്തൂസ് മലബാറിസിന്റെ ഒരു പ്രത്യേകത. പറയുവാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് എത്രോ മെഡിക്കൽ ബൊട്ടാണിക്കൽ സ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിസ്. പിന്നെയുള്ളത് നമ്മുടെ തദ്ദേശീയരായ നേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ കൂടാതെ പുറത്തുനിന്ന് വന്നിട്ടുള്ള പ്ലാന്റുകളെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം കാണിച്ചത് പേരക്കയാണ്. പേരക്ക എവിടുന്ന വന്നതെന്ന് അറിയോ? പേരക്ക മധ്യ യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതുപോലെ ആത്തച്ചക്ക, അതുപോലെ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ 1678 നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് ഇതാവുന്നത്. കുറച്ച് കണക്കാണ്, കുറച്ച് വർഷങ്ങളാണ്, കൺഫ്യൂസ് ആവരുത്. 1663 പോർച്ചുഗീസുകാര് നമ്മുടെ ഡച്ചുകാര് കൊച്ചിക്കോട്ടയെ കീഴടക്കുന്നത്. അതിനു മുന്നേ ഏകദേശം ഒരു 175 വർഷങ്ങളോളം നമ്മളെ അടക്കി ഭരിച്ചിരുന്നത് പോർച്ചുഗീസ് ആയിരുന്നു. അപ്പൊ പോർച്ചുഗീസ് ഒരു 1500 വർഷം, ഒരു 1500കളില് പോർച്ചുഗീസുകാരൻ ഒരു നാവികൻ ഉണ്ടായിരുന്നു, ഒരു സെയിലർ. അയാളുടെ പേരാണ് പെഡ്രോ കബ്രാൾ. കേട്ടോ, പേര് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. കബ്രാൾ എന്ന് വിളിക്കാം. കബ്രാള് ഈ പുള്ളിക്കാരൻ കപ്പലില് പല രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള നാണ്യവിളകൾ, അവിടെയുള്ള ഫ്രൂട്ടുകളെല്ലാം ശേഖരിച്ച് ഏകദേശം ഒരു 6 കപ്പലുകളിൽ ഇത് കയറ്റിയിട്ട് ലോകയാത്ര ചെയ്ത് തിരിച്ച് അയാളുടെ പോർച്ചുഗീസ് തന്നെ എത്താന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരൻ ഈ യാത്രയൊക്കെ തുടങ്ങിയത്. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, അയാളുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, നമ്മുടെ നല്ല കാലം എന്ന് പറയട്ടെ, അയാൾ വന്ന വഴി തന്നെ 4 കപ്പൽ നശിച്ചുപോയി. 4 കപ്പൽ നശിച്ചുപോയി. ബാക്കി 2 കപ്പൽ മാത്രമേ ഉള്ളൂ. ആ 2 കപ്പലിലാണെങ്കിൽ നിറച്ചും നമ്മുടെ പറങ്കി മുളക്, കശുമാങ്ങ, കപ്പ, ഇതുപോലുള്ള സാധനങ്ങൾ. ഇതെല്ലാം വരണത് എവിടെന്നാ? ബ്രസീല്, മധ്യ യൂറോപ്പ്, അമേരിക്ക, ഇതേപോലുള്ള ചിലി പോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു. അതേപോലെ ഏകദേശം നമ്മുടെ മലബാറിന്റെ സൈഡ് എത്തിയപ്പോ, കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും ഈ കപ്പല് ബാക്കി 4 പോയി, 2 കപ്പലേ ഉള്ളൂ. ഇതും കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പം നശിച്ചു പോകും. അപ്പൊ ഈ സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ ഇറക്കി. നമ്മുടെ എവിടെയാണ്? മലബാർ തീരത്ത് ഇറക്കി. അങ്ങനെ മലബാർ തീരത്ത് ഇറക്കിയിട്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടില് എന്തൊക്കെ വന്നത്? മരച്ചീനി, കശുമാവ്, കൈതച്ചക്ക, മധുരക്കിഴങ്ങ്, പപ്പായ, ചോളം, ചുവന്ന മുളക്, ഇതേപോലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വന്നത് ഈ കബ്രാളിന്റെ കപ്പൽ യാത്ര വഴിയാണ്. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ അപ്പത്തേക്ക് നമ്മുടെ ആൾക്കാരെല്ലാം അതൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നിട്ടുള്ള ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളെ പറ്റിയുള്ള വിവരണങ്ങളും ഹോർത്തൂസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഡിസീസ് പെർസ്പെക്റ്റീവ് ആണ്. അതായത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രോഗങ്ങളെ പറ്റിയും ഹോർത്തൂസിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് കൊടപ്പന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പിക്ചറാണ് കൊടപ്പന. ആ കൊടപ്പനയില് ഇതാ ആ കൊടപ്പനയുടെ ഇല ചുവന്നു കൊണ്ടുവരുന്ന ആൾക്കാര്, മൂന്നാമത് നിൽക്കുന്ന ആൾക്കാര്, അയാളുടെ ഒരു കാല് കണ്ടാൽ അറിയാം, കുറച്ച് വീർത്തായിരിക്കുന്നത്. അതായത് അക്കാലത്തില് കൊച്ചിക്കാലം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രിവലന്റ് ആയിരുന്നു മന്ത് രോഗം ആ കാലഘട്ടത്തിൽ വളരെ പ്രിവലന്റ് ആയിരുന്നു. അപ്പൊ അതില് കൊച്ചിക്കാല്, അത് ഈ പെയിന്റർ, ഈ ചിത്രം വരച്ച ആള് വരച്ചു വെച്ചിരുന്നതാണ് കൊച്ചിക്കാല്. പിന്നെ അടുത്ത് നോക്കിയേ, ഇതും കൊടപ്പനയുടെ തന്നെയാണ്. രണ്ടുപേര് സംസാരിക്കുന്ന ചിത്രം വരച്ചിരുന്ന കാണാം. അതിൽ ഒരാള് ആ മേളിലെ ഡ്രസ്സൊന്നും ഇടാതെ നിൽക്കുന്ന ആള് ഒരു നായർ പടയാളിയാണ്. ആ കാലഘട്ടത്തില് നായർ പടയാളിയാണ്. അയാള് ഇപ്പറം നിൽക്കുന്നത് മിക്കവാറും അത് വാൻഡ്രീഡ് ആയിരിക്കാം. വാൻഡ്രീഡ് ഒരു ഡച്ചുകാരനാണത്. ആ വാൻഡ്രീഡിനോട് സംസാരിക്കുന്നതാണ് ആ ഒരു ഇതിലുള്ളത് കേട്ടോ, ആ ചിത്രത്തിലുള്ളത്.
പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും അല്ലെങ്കിൽ ചെടികൾ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടൊക്കെയാണ് ഇവർ പഠിച്ചിരുന്നത്. അപ്പൊ ആ പോയ സമയത്ത് ചെടിയിൽ വരുന്ന രോഗങ്ങൾ അതും ഇവർ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചെടി നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത് മിക്കി മൗസ് പ്ലാന്റ് എന്ന് പറയും. അത് ഇപ്പോ ഗാർഡനിലൊക്കെ നമുക്ക് വിൽക്കാൻ എന്താണ് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് മിക്കി മൗസ് പ്ലാന്റ്. ഗോംഫ്രെനാസേറ്റ് ആണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. ഇതിൽ കാണുന്ന വിച്ചസ് ബ്രൂം എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ആ കട്ട കുത്തിക്കുന്ന പോലത്തെ ഒരു ഇതുണ്ടല്ലോ, ഒരു രോമം പോലത്തെ, അത് വിച്ചസ് ബ്രൂം എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് പണ്ട് കാലത്ത് ആ സസ്യത്തിന് വരുന്ന രോഗമായിരുന്നു. അപ്പൊ ആ രോഗത്തെ പറ്റി ഇതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് എടുത്ത് വില്ലനായാണ് അരളി, ചെമന്ന അരളി. ചെമന്ന അരളിയില് നിങ്ങൾ നോക്കി ആ ഇലയുടെ തുമ്പത്ത് നിങ്ങൾക്ക് ഒരു ബട്ടർഫ്ലൈനെ കാണാം അല്ലെ, ഒരു ബട്ടർഫ്ലൈനെ കാണാം. അതുകൂടാതെ അതിന്റെ അതിന്റെ കൊക്കൂൺ ഇതെല്ലാം കാണാം. ഈ ആരോ ശ്രദ്ധിച്ചറിയാം ബട്ടർഫ്ലൈ പിന്നെ ഈ ലാർവ പിടിക്കുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈ ആ കാലത്ത് ഇവര് പോയോ അല്ലെങ്കിൽ ഇതിനെ കാണാൻ വേണ്ടി പടം വരയ്ക്കാൻ പോയവർ ഇവര് കണ്ടു. അവരത് അങ്ങനെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോമൺ ഇന്ത്യൻ ബട്ടർഫ്ലൈ ആണ്. ഈ ബട്ടർഫ്ലൈയുടെ ഹോസ് പ്ലാന്റ് ആണ് നമ്മുടെ നീറിയം, അതായത് ചെന്നരളി നീറിയം. അത് ഇതിന്റെ ലാവ കോമൺ ആയിട്ട് കാണുന്ന ടൈലോഫോറ വള്ളിപ്പാല പോലുള്ള ചെടികളിലൊക്കെ കാണുന്നതാണ്. സോ ആ ഒരു പ്രകൃതിയും അതായത് ഈ ബട്ടർഫ്ലൈയും ഈ പ്ലാന്റുമായിട്ടുള്ള ഒരു ബന്ധവും കൂടി ഇവര് അതുവരെ ഒബ്സർവ് ചെയ്തിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോയിസണസ് ബൈറ്റ്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു ആന്റിവെനം ഒന്നും ആ സമയത്തില്ല. പകുതി നമുക്കറിയാം കേരളത്തിലെ 90% പാമ്പും വിഷമില്ലാത്ത പാമ്പാണ്. അപ്പം വിഷമുള്ള പാമ്പുകൾ കടിച്ച ആളുകളെല്ലാം എന്തായാലും മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് വിഷമില്ലാത്ത പാമ്പുകൾ കടിച്ചിട്ട് വരുന്ന നീർവീക്കം അതേപോലുള്ള ഒരുപാട് പോയിസണസ് ബൈറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റെമഡീസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് എത്രത്തോളം വിശ്വാസമാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ രാജവെമ്പാല കടിച്ചാൽ വരെയുള്ള മരുന്ന് വരെ ഹോർത്തൂസിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് വരെ ഹോർത്തൂസിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ചില പ്രത്യേക ഇത് കണ്ടാൽ നമുക്കറിയാം. ഇപ്പം ചെങ്കണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ തിമിരത്തിന് ഇവർ എഴുതിയിരിക്കുന്നത് ഇടത്തെ കണ്ണിലാണ് തിമിരെങ്കിൽ വലത്തെ കണ്ണില് ഒരു മരുന്ന് വെച്ച് കെട്ടുക എന്ന് പറയണേ. ആ മരുന്നിന്റെ പേരുണ്ട് ബ്രയം ബൈക്കളർ എന്നാണ്. പൂവനും പെടയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് കാലം ഇങ്ങനെ എന്താ പറയാ, പൂവന്റെ എന്നാണ് ആ പ്ലാന്റിന്റെ പേര്. ഇങ്ങനെ തല രാജാവും രാജ്ഞിയൊക്കെ കളിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചൊരു സാധനമാണ്. ഇങ്ങനെ വലിച്ചു വലിച്ച് കളിക്കും അത് പൊടിച്ചിട്ട്. ഈ ബ്രയം ബൈക്കളറിനെ എടുത്തിട്ട്, അതൊരു ബ്രയോഫൈറ്റ് ആണ് കേട്ടോ. ബ്രൈക്കളറിനെ എടുത്തിട്ട് ചതച്ച് കാലില് തള്ളവിരല് കെട്ടി വെക്കാനാ പറയണേ. അതായത് ഇടത്തെ കണ്ണിനാണെങ്കിൽ വലത്തെ കാലിൽ കെട്ടി വെക്കുക, വലത്തെ കണ്ണിനാണെങ്കിൽ ഇടത്തെ കാലിൽ കെട്ടി വെക്കുക. ഇത് നമുക്കറിയാം. നമ്മളിപ്പോ പഠിക്കേണ്ടത് ഒപ്റ്റിക് കയാസ്മ എന്ന് പറഞ്ഞ ഇതുണ്ട്. ഒപ്റ്റിക് കയാസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലും ഇതേപോലെ ഒരു തിരിവ് വരുന്നുണ്ട്. വലത്തെ കണ്ണില് ആണ് ഇതെങ്കിൽ ഇടത്തെ ഭാഗത്തെ ബ്രെയിനിലേക്കാണ് ഇതിന്റെ ഇത് വരാം. ഇടത്തെ കണ്ണിലാണെങ്കിൽ വലത്തെ കണ്ണിലും. അത് ഒപ്റ്റിക് കയാസ്മ ഇതേപോലെ തിരിഞ്ഞിരിക്കുന്ന സംഭവമാണ്. അപ്പം അതേപോലെ തന്നെയുള്ളൊരു മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും ചെറിയ പ്ലാന്റ് പറഞ്ഞല്ലോ, ബ്രയം ബൈക്കളർ എന്ന് പറഞ്ഞ ഒരു പ്രയോഫൈറ്റ് ആണ്. ഒരു ചെറിയ പ്ലാന്റ് മുതൽ ഹയർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റുകളെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. വലിയ ട്രീ വരെ പോയിട്ടുണ്ട്. അത് ഓരോ ചാപ്റ്ററും, ഇപ്പൊ ആദ്യത്തെ ചാപ്റ്റർ വള്ളിച്ചെടികളാണെങ്കിൽ അടുത്ത ചാപ്റ്റർ കുറ്റിച്ചെടികളാണ്. അത് കഴിഞ്ഞാൽ വൃക്ഷം, കണ്ടൽ, അങ്ങനെ പല വിധത്തിൽപ്പെട്ട പ്ലാന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കണ്ടലുകളുടെ ഒരു വളരെ വിവിധമായിട്ടുള്ള വൈവിധ്യമാർന്ന ഒരു ശേഖരം തന്നെ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർക്കിഡുകളെ, അത് ഭൂമിയിൽ വളരുന്ന ടെറസ്ട്രിയൽ ഓർക്കിഡും മെരിഫെരിക് ഓർക്കിഡിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. ഏകദേശം 15 ടൈപ്പോളം ആൽ സ്പീഷീസുകളെ, ഫൈക്കസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആൽ സ്പീഷീസുകളാണ്. 15 ടൈപ്പോളം സ്പീഷീസുകളെ പറയുന്നുണ്ട്. പിന്നെ ലോക്കൽ നെയിമുകൾ, ഈ 16-17 നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നെയിമുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോ അറിയില്ല. ഇപ്പൊ നമ്മള് എടുത്തു നോക്കുമ്പോ ഈ പേരുകൾ കേട്ടാൽ നമ്മളിങ്ങനെ ഓണപ്പൂവ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല ഏതാ ഈ ഓണപ്പൂവ്. ഇപ്പൊ പല പല പാട്ടുകളിലും അതിലൊക്കെ കേൾക്കുന്നുണ്ട് ഓണപ്പൂവ്, കാശാവിൻ പൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല ഇത് ഏതാ പൂവെന്ന്. ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓണപ്പൂവ് എന്ന് പറഞ്ഞാൽ ഇംപേഷ്യൻസ് ഇതിൽ വരുന്ന പൂക്കളെയാണ് ഓണപ്പൂവ് എന്ന പേരിൽ ഹോർത്തൂസിൽ പറയുന്നത്. അതുകൂടാതെ കാശാവ് അല്ലെങ്കിൽ കായാമ്പൂ എന്നൊക്കെ പറയുന്നത് മെമിസിലോൺ സ്പീഷീസിനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ലോക്കൽ നെയിമുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. ഇപ്പം ഈ ലോക്കൽ നെയിമുകളെ പറ്റി പറയുകയാണെങ്കിൽ ആംബലോസിസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത് ചെമ്പാവള്ളി. ഇപ്പൊ അത് കൂടുതലും ഈ ആയുർവേദക്കാർക്കാണ്. നമ്മുടെ കേരളത്തില് കേരളീയ വൈദ്യന്മാർ എഴുതിയ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ചികിത്സ മഞ്ജരി, യോഗാമൃതം, സഹസ്രയോഗം എന്നൊക്കെ പറഞ്ഞ കുറെ മലയാളം എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പേരുകൾ ഇപ്പോഴും നമ്മുടെ വൈദ്യന്മാർ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല. കാരണം ഈ പേരുകൾ ഇന്നിപ്പോ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ആ പേരുകൾ നമ്മൾ ഈ ബുക്കുകൾ, അതായത് ഈ സഹസ്രയോഗത്തിലൊക്കെ ചെമ്പ്രാവള്ളി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഹോർത്തൂസിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് ശരിക്കും ചെമ്പ്രാവള്ളി. അദ്ദേഹം ചെമ്പ്രാവള്ളി, ചടയൻ, നീലടയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചടയൻ, കാക്കനാര, ഓണപ്പൂവ്, വെള്ളടമ്പ്, ഈ വക പേരുകളെല്ലാം ഹോർത്തൂസിൽ ഉണ്ടായിരുന്നുണ്ട്.
പിന്നെ കണ്ടൽ നോക്കുകയാണെങ്കിൽ കണ്ടൽ, കറിക്കണ്ടൽ എന്ന് പറയാൻ കാരണം അത് കറിക്ക് ഉപയോഗിക്കും, അതുകൊണ്ടാട്ടോ. പേക്കണ്ടൽ എന്ന് പറഞ്ഞാൽ പേ പിടിച്ച പോലെ വളരും, ഇങ്ങനെ കാട് പോലെ വളർന്നു നിൽക്കും, അതുകൊണ്ട് പേക്കണ്ടൽ. ചെറുകടൽ, പൂക്കണ്ടൽ, കടക്കടൽ എന്നൊക്കെ പറഞ്ഞത് കണ്ടൽ വർഗ്ഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പല രീതിയിൽപ്പെട്ട കണ്ടലുകളുടെ ചിത്രങ്ങൾ ഹോബ്സിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് കാൾ ലിനക്സ് നമുക്കറിയാം, ബൊട്ടാണിക്കൽ ക്ലാസിഫിക്കേഷന്റെ ആചാര്യൻ എന്ന് പറയുന്നത് കാൾ ലിനക്സ് ആണ്. ഈ കാൾ ലിനക്സ് ഒരു പ്രീവർക്ക് ആയിട്ട്, റെഫറൻസ് ആയിട്ട് എടുത്തുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ്. പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ് പറഞ്ഞിട്ടുള്ളതും നിലവിൽ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതുമായിട്ടുള്ള, നിലവിൽ അന്യം നിന്ന് പോയിട്ടുള്ളതായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ നീപ്പ ഫ്രൂട്ടൻസിസ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നീപ്പയെ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു നീപ്പ ഫ്രൂട്ടൻസിന്റെ ഇതാണ്. ഇവിടെ അടുത്ത് നമ്മുടെ പട്ടണം, ഈ പറവൂരടുത്ത് പട്ടണത്തൊക്കെ ഇപ്പൊ നീപ്പ ഫ്രൂട്ടൻസിസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചില പ്ലാന്റുകളുടെ ഈ ഡയഗ്രം നമുക്ക് കറക്റ്റ് ചെയ്ത് പ്ലാന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് വേണ്ട മനസ്സിലാവില്ല. പിന്നെ അതുപോലെ ചില ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു മൈനർ മിസ്റ്റേക്കുകളും, ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് പറയാനുള്ള ഇത്. പിന്നെ ഇതിന്റെ മെമ്മോറിയൽസ്, ഇപ്പൊ നിലവിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഈ ഹോർത്തൂസിനെ പറ്റി കാണാം അല്ലെങ്കിൽ കൂടുതൽ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന 2 ചിത്രങ്ങളും ഇത് ഞാൻ പോയപ്പോ എടുത്ത ചിത്രങ്ങളാണ്. JNTPGRI എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട്, തിരുവനന്തപുരത്തെ JNTPGRI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനില് ഒരു സെഷൻ തന്നെ ഇവർ ഒരു ഏരിയ തന്നെ ഇവര് ഹോർത്തൂസ് മലബാറിക്കസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഒരു ഗ്രന്ഥം, അതും അതിന്റെ ഒരു മാതൃകയും, പിന്നെ അത് കൂടാതെ ഇട്ടിയച്ചൻ വൈദ്യന്റെ ഒരു എന്താ പറയാ, ഒരു രോഗികളെ പരിശോധന രീതിയിലുള്ള ഒരു ശില്പവും വെച്ചിട്ട് ഇട്ടിയച്ചൻ വൈദ്യന്റെ ഒരു വീട് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭിത്തിയിലെല്ലാം ഈ ഹോർത്തൂസ് പറഞ്ഞിട്ടുള്ള പല വിധത്തിൽപ്പെട്ട ഇലകളെ വരച്ചും വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയാൽ നിങ്ങൾക്ക് ഹോർത്തൂസിനെ പറ്റി കുറച്ചാൻ പറ്റും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ സൈ ജീനോമിന്റെ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് ഗാർഡൻ ആണ്. ഇത് ചെറുതുരുത്തിയിലാണ് കേട്ടോ, ചെറുതുരുത്തി, നെടുമ്പുര ചെറുതുരുത്തിയിലാണ് ഉള്ളത്. ഇവിടെ ചെന്നാലും നിങ്ങൾക്ക് വളരെയധികം ഇൻഫർമേഷൻസ്, ഇവിടെ ഏകദേശം ഹോർത്തൂസിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക സസ്യങ്ങളെ ഇവർ ഇവിടെ കൊണ്ട് പരിപാലിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് മനോജ് p@sgrf.org എന്ന് പറഞ്ഞ ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രയർ അഡ്മിഷൻ ഒരു പ്രയർ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോറി. ഏകദേശം ഹോർത്തൂസിൽ പറഞ്ഞിട്ടുള്ള ഒരു 500-600 വരുന്ന സസ്യങ്ങളെല്ലാം ഇവിടെ ലേബൽ ചെയ്ത് ബൊട്ടാണിക്കൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഏത് അവസ്ഥയാണോ, അതായത് ഇപ്പൊ കണ്ടലുകളെല്ലാം അവര് ഉപ്പുവെള്ളം തന്നെ ശേഖരിച്ച് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ അതൊരു ഹാബിറ്റാറ്റ് തന്നെ നിർത്തിയിട്ട് വളർത്തിയിരിക്കുകയാണ് ഈ ഒരു ഗാർഡനില്. സോ ഇതും നിങ്ങൾക്ക് വർത്താണ്, ഇവിടെയും പോയി നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഹിൽ പാലസിലാണ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ഒരു ചെറിയ ഏരിയ ഹോർത്തൂസ് മലബാറിക്കസ് ഗാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഏരിയ ഹിൽ പാലസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞല്ലോ ഹോർത്തൂസ് മലബാറിക്കസ് ട്രസ്റ്റ് നമ്മുടെ ചേർത്തലയിലുള്ള അവരും ഒരു ചെറിയ ഏരിയ ഈ കുര്യാലയെല്ലാം പോയി കാണാവുന്നതാണ്. ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ഈ വിനായക പണ്ഡിറ്റ് അപ്പുഭട്ട് രംഗഭട്ട് എന്ന് പറഞ്ഞ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ട് ആ അനുഗ്രഹ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗൗഡ സാരസ്വത സമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയൊരു സ്മാരകമാണിത്. ഇത് നമ്മുടെ എറണാകുളത്താണുള്ളത്. പിന്നെ ബുക്കുകൾ നോക്കുകയാണെങ്കിൽ ഹരിത ഭൂപടം എന്ന് പറഞ്ഞ പേരില് ജോസഫ് ആന്റണി സാറ്, ഈ ഹരിത ഭൂപടം ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിയും വായിക്കേണ്ടതാണ്. കാരണം KS മണിലാൽ സാറും ഹോർത്തൂസിന്റെ 2ാം പിറവിയെ പറ്റി വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ഹരിത ഭൂപടം. ജോസഫ് ആന്റണി സാറിന്റെയാണ് ഈ ബുക്ക്. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചാണ് മണിലാൽ സാർ ഈ ഒരു ഗ്രന്ഥത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഹോർത്തൂസ് മലബാറിക്കസ് ട്രസ്റ്റ്, ആ ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറിയാണ് AN ചിദംബരം സാർ. അദ്ദേഹം എഴുതിയ ഹോർത്തൂസും ഇട്ടി അച്യുതനും സത്യവും മിഥ്യയും എന്ന് പറഞ്ഞൊരു ബുക്കുകൾ ഇതിലുണ്ട്. പിന്നെ അത് കൂടാതെ ഹോർത്തൂസ് മലബാറിക്കസ് ചരിത്രവും ശാസ്ത്രവും എന്ന് പറഞ്ഞിട്ട് NS അരുൺകുമാർ സാർ എഴുതിയൊരു ബുക്കുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇക്ബാൽ സാർ കുട്ടികളുടെ ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ആ പിക്ചർ എനിക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു പുസ്തകം കൂടി നിലവിലുണ്ട്. KS മണിലാൽ സാർ എഴുതിയ ഒരുപാട് പബ്ലിക്കേഷൻസും നിലവിലുണ്ട്. പിന്നെ ഈ സൈറ്റുകളാണ് നമുക്ക് ഹോർത്തൂസിന്റെ വിവരങ്ങൾ കിട്ടാൻ നിലവിൽ സഹായിക്കുക. ഡച്ച് ഇൻ കേരള എന്ന് പറഞ്ഞ സൈറ്റ്, ഹോർത്തൂസ് മലബാറിക്കസ് .net എന്ന് പറഞ്ഞ സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴി നമുക്ക് ഹോർത്തൂസിന്റെ വിവരങ്ങൾ ശേഖരിക്കാം. ഇനി വളരെ സ്പീഡിൽ നമുക്ക് ഇപ്പൊ 8 മണിയായി, വളരെ സ്പീഡിൽ നമുക്ക് കുറച്ച് ചെടികളെ കൂടി നമുക്ക് കണ്ടിട്ട് ഹോർത്തൂസിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഹോർത്തൂസിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നീർച്ചുള്ളി. ഇപ്പം ഒരു
എന്താ പറയാ ഒരു കായൽ അല്ലെങ്കിൽ കടൽ സൈഡിലൊക്കെ വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന സൈഡിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇത് കണ്ടിണ്ടാവും. അങ്ങനെ വീടുകളുള്ള ആൾക്കാർ ഇത് കണ്ടിണ്ടാവും. നീർച്ചുള്ളി എന്നാണ് ഇതിന്റെ പേര്. ഹൈഗ്രോഫീലിയ റിംഗൻസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് മൂത്രം ഡയൂററ്റിക് ആയിട്ടാണ്. ഇത് മൂത്ര തടസ്സമുള്ള കണ്ടീഷനിലൊക്കെ നീർക്കെട്ടിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ നീർച്ചുള്ളി. അതേപോലെ 4 ചുള്ളികളാണ് ഹോർത്തൂസി പറയണത്. ഒന്ന് നീർച്ചുള്ളി, പിന്നെ കരച്ചുള്ളി ഇതും ബാർലേറിയ മൈസൂറൻസ് എന്നാണ് ഇതിന്റെ പേര്. ഇതും മൂത്രതടസ്സത്തിന് നീർക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വയൽച്ചുള്ളി ഞങ്ങൾ ആയുർവേദത്തിലൊക്കെ കോകിലാക്ഷം കഷായം, നമ്മുടെ ഗ്രീഷ്മ കഷായം എന്ന് പറഞ്ഞ പേരിലുള്ള കഷായമാണ് കോകിലാക്ഷം കഷായം. ആ സമയത്ത് ഗ്രീഷ്മ കേസ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആ സമയത്ത് ഫേമസ് ആയ കഷായമാണ്. ഈ കഷായത്തിലാണ് വിഷം കൊടുത്ത് പുള്ളി എന്തോ ചെയ്തത്. അപ്പം എന്താണ് ഓക്കെ. അപ്പൊ ഇത് വയൽച്ചുള്ളി, ഹൈഗ്രോഫീലിയ ചുള്ളി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. യൂറിക് ആസിഡ് ഒക്കെ കൂടിയ സമയത്ത്, ഇപ്പൊ നിലവില് സെറം യൂറിക് ആസിഡ് ഒക്കെ മിക്ക ആൾക്കാർക്കും ഭയങ്കര കൂടുതലാണ്. കാരണം പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ വളരെ കൂടുതലാണ് നമ്മുടെ ഈ ജനറേഷന്. അതുകൊണ്ട് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസും വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എല്ലാവർക്കും വരുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിലൊക്കെ യൂറിക് ആസിഡ് അക്യുമുലേഷൻ കളയാനൊക്കെ നല്ല, അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് വയൽച്ചുള്ളി. പിന്നെ പൈനാച്ചുള്ളി വളരെ ഭംഗിയാണ് കാണാൻ. പറവൂർ ഏരിയയിലൊക്കെ, പറവൂർ ഏരിയ ഒരു മാംഗ്രൂവ് അസോസിയേറ്റ് ആണ്. അക്കാന്തസ് സിലിസിഫോളിയസ് എന്നാണ് ഇതിന്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ള ക്രിസ്മസിനൊക്കെ അലങ്കരിക്കുന്ന വളരെ ഭംഗിയുള്ള ലീഫ് ഒരു പ്ലാന്റ് ആണിത് പൈനാച്ചുള്ളി. വിഷത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അക്കര പാച്ചൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രക്കാര അക്കര, തലവേദനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. നമ്മുടെ ഈ പറവൂർ ഭാഗത്തൊന്നുമില്ല, പക്ഷെ വെസ്റ്റേൺ കാഴ്സിൽ വളരെ കാണാൻ പറ്റുന്നതാണ്. മിക്കവാറും കാവുകളൊക്കെ തന്നെ ഈ എന്താ പറയാ നമ്മുടെ ഇരിങ്ങോൾ കാവ്, പിന്നെ പൊന്നംകുളം കാവ്, ഈ ഭാഗത്തൊക്കെ കാണുന്ന ഒരു സസ്യമാണിത്. ടെട്രാക്കാര അക്കര. ഇതിന്റെ ലീഫ് നല്ല ഭംഗിയാണ്. ആ ടെൻഡർ ലീഫ് കണ്ടറിയാം, നല്ല കോപ്പറി കളറിലാണ്. പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണിത്. പണ്ട് കാലത്ത് ഞങ്ങളെയൊക്കെ തല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇത് വളരെ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഇനോമസ്ലി വളർന്നു നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതിന്റെ തണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ചെറിയ ബ്രിസിൽസ് ആണ്, ചെറിയ മുള്ളുകൾ പോലുള്ള ചെറിയ ബ്രിസിൽസ് ആണ്. അപ്പം കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചെയ്ത് ഓടുന്ന സമയത്ത് ഇതിന്റെ വള്ളി കൊണ്ടാണ് തല്ലുണ്ടാവുക. തല്ല് കിട്ടിയ ആ പോയ വഴിയെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ ഭയങ്കര അരമുള്ള പോലത്തെ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ അടുത്തത് കുടിച്ചിക്കൊടി. ഇതും ഈ നോർത്ത് പറവൂർ ഏരിയയിലൊക്കെ ധാരാളം കാണുന്ന ഒരു പ്ലാന്റ് ആണ് കുടിച്ചിക്കൊടി. പാർസോണിയ ആർബോഫ്ലാവൻസിസ് എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. വളരെ ഭംഗിയുള്ള ഫ്ലവർ ആണ്. ഇതതിന്റെ ഫ്രൂട്ട് ആണ്. പിണർവള്ളി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്, സെനോണിയ ഇൻഡിക്ക. ഇതും നമ്മുടെ ഈ നോർത്ത് പറവൂർ ഭാഗത്ത് കാണുന്നതാണ്. പനമ്പിന്റെ പായ കേട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് പനമ്പ് വള്ളി. കരിഞ്ഞോട്ട എന്ന് പറഞ്ഞാൽ ഗ്വാസിയ ഇൻഡിക്ക എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. കരിഞ്ഞോട്ട എന്നൊക്കെ പേരുണ്ട്. ആയുർവേദത്തിൽ ഗുച്ഛാകരഞ്ച് എന്നാണ് പറയുന്നത്. ഒരുപാട് ഈ നീർക്കെട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിന്റെ കഷായം, ഈ ഇല തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ടൊക്കെ മാറിയും സന്ധിവേദനകൾക്കെല്ലാം വളരെ ആശ്വാസം കിട്ടുകയും ചെയ്യുന്ന ഒരു എന്താണ് സസ്യമാണിത്. ഇതിന്റെ ഫ്ലവർ ആണത്. പിന്നെ അടുത്തത് പന്നക്കിഴങ്ങ്. ഹോർത്തൂസിൽ പറഞ്ഞിരിക്കുന്ന പേരാണ് പന്നക്കിഴങ്ങ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണുന്നതാണ്. ഡ്രൈനാറിയ ക്വേഴ്സിഫോളിയ എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. തുടിന്തപ്പാള എന്നാണ് ആയുർവേദ ഇതിന്റെ മലയാളം ചികിത്സാ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അശ്വകത്രി എന്നുള്ള സംസ്കൃത നാമത്തോട് കൂടിയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. മുടവാട്ടുകാൽ സൂപ്പ് അല്ലെങ്കിൽ ആട്ടുകാൽ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ സൂപ്പാണ്. ഈ മോള് കാണുന്നതാണ് അതിന്റെ റൈസോം. നമ്മൾ ആ ചെടി അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, ഈ റൈസോം ഒരു ആട്ടുകാല് പോലെ ഇരിക്കും. ഇതിന്റെ ഫുള്ള് രോമങ്ങളാൽ കവേർഡാണ് ഈ റൈസോം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞി കിഴങ്ങ് പോലെ കിട്ടും. അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മൾ രസം വെക്കുന്ന പോലെ തന്നെ നമുക്ക് വെച്ച് സൂപ്പാക്കി കുടിക്കാം. ഈ സന്ധി തേയ്മാനം, അസ്ഥി തേയ്മാനം പോലുള്ള കണ്ടീഷൻസിലൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. വേറെ ടോക്സിക് എഫക്റ്റുകളൊന്നുമില്ല. ഓൾറെഡി പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ഒക്കെ കഴിക്കുന്ന സാധനമാണ്. ആന്റിബയോട്ടിക്, ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ പ്രൂവൺ ആണ് ഇതിലെ. കോളേജാണ് സ്റ്റഡി ഒക്കെ നടന്നിട്ടുള്ളത്. ആട്ടുകാൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട് ഭാഗത്തെ കൊള്ളിമലയിലുള്ള ആദിവാസികളെല്ലാം അവർ ഈ മലയെല്ലാം കയറി ഇറങ്ങി ക്ഷീണിച്ചു വരുമ്പോ അവര് സൂപ്പ് വെച്ച് കുടിക്കുന്നതാണ്. അതായത് ആട്ടുകാല് സൂപ്പ് കുടിക്കുന്നതിന്റെ അതേ ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് ബ്ലാത്തി ചക്കര കണ്ടൽ എന്നൊക്കെ പറയും. വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. സൊളറേഷ്യ കേസിയോള എന്നാണ് അതിന്റെ പേര്. ഇതാണ് അതിന്റെ കായ്. വളരെ ഭംഗിയുള്ള ഫ്ലവർ ആണ്. പിടിരുമ്പോ കാണാൻ നല്ല ഭംഗിയാണ്. നക്ഷത്ര കണ്ടൽ എന്നൊക്കെ പറയും. ഇതെന്റെ ഫ്രൂട്ട് ആണ്. ഈ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ വൈനാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ശ്വാസം മുട്ട് പോലുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാമെന്നാണ് ഹോർത്തൂസി പറയുന്നത്. ഇത് വെൺകാര ഹോപ്പിയ പൊങ്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണിത്. ഇതിന്റെ ഫ്ലവറും അതൊരു ബോളാണ്, ഒരു ഇൻസെക്ട് ഇതായിട്ടുള്ളത്.
ഇത് വളരെ എൻഡേഞ്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഹോർത്തൂസിൽ പറഞ്ഞിട്ടുള്ളത് ബ്ലെഫാരിസമ സെറേറ്റം എന്നാണ് പേര്. ചെറുപോയം അല്ലെങ്കിൽ നീർക്കുരണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര എൻഡേഞ്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് വെസ്റ്റേൺ ഗാർഡ്സിലാണ് പൊതുവെ കാണുന്നത്. കാവുകളിലും അത് കാണാറുണ്ട് നീർക്കുരണ്ട. നമ്മൾ നേരത്തെ കണ്ട ആ വിച്ചസ് ബ്രൂന്ന് അസുഖം വന്ന ആ പ്ലാന്റ് ആണ് മിക്കിമോസ് പ്ലാന്റ് എന്ന് പറഞ്ഞ ഗോംഫിയ സെറ്റ. പിന്നെ ഞൊട്ടാഞ്ഞൂടിയൻ, നമ്മുടെ നാട്ടിൽ ഞൊട്ടാഞ്ഞൂടിയൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ തിരി കളിക്കുന്ന ഒരു ചെറിയ പ്ലാന്റ്. പക്ഷെ ഹോർത്തൂസ് ഞൊട്ടാഞ്ഞൂടിയൻ വള്ളി എന്ന് പറയുന്നത് കണ്ടല എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ പ്ലാന്റിന്റെ. അടുത്തത് കൊയ്യാക്ക്, നടുവേദനക്കൊക്കെ കർക്കിടക കഞ്ഞിലൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഭയങ്കര ആന്റി ഇൻഫ്ലമേറ്ററി പ്ലാന്റ് ആണ്. കൊടിയമടകം എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ആയുർവേദത്തിൽ പറഞ്ഞു. പിന്നെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കീരിപ്രം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മൂമ്മപ്പഴം എന്നൊക്കെ പറയുന്നുണ്ട്. കന്നേലി എന്നാണ് പറയണത്. ഈ ഫ്രൂട്ട് എഡിബിൾ ആണ്. ആ വൈറ്റ് ഫ്രൂട്ട് എഡിബിൾ ആണ്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. ഇതിന് ചെറിയ കമ്പുകൾ വെട്ടിട്ട് വെള്ളത്തിൽ ചൂടാക്കി കുളിച്ചു കഴിഞ്ഞാൽ ശരീരം വേദന മാറും എന്നാണ് ഹോർത്തൂസിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്ത പാണൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, രക്ഷോക്ത ദ്രവ്യമായിട്ട്, അതായത് നീർക്കെട്ട് പിന്നെ ഛർദില് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ദ്രവ്യമാണ് പാണല്. മിക്കവാറും ഞങ്ങളുടെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കിടത്തുന്ന കട്ടിലിന്റെ അടിയിൽ ഈ പാണലിന്റെ ഇല ഇടും. അതേപോലെ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുപോവാണെങ്കിലും പാണൽ ചുറ്റിപ്പിടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. ഈ പാണലിന്റെ ഇലയിൽ ഒരുപാട് വൊളറ്റൈൽ ഓയിൽസ് ഉള്ള സംഭവമാണ്. നമുക്ക് അതിന്റെ ഓയിൽ ഗ്ലാൻസ് നമ്മളിത് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മണത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൊളറ്റൈൽ ഓയിൽ എക്സ്പ്രസ് ആണ് നന്നായിട്ട് അറിയാൻ പറ്റും. ഭയങ്കര ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ചിലപ്പോൾ അതുകൊണ്ടാവാം ഈ കുഞ്ഞിനെ കിടത്തുന്ന ഏരിയയിലെല്ലാം ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു രീതി പണ്ട് മുതലേ പിന്തുടരുന്നത്. ഇത് നറുംപാണൽ ആ പാടലിനെ പോലെ തന്നെ യുവേറിയ നേരം എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാന്റ് ആണ്. വള്ളിച്ചെടിയാണ് ഇത് കാണുന്നത്. ഇതും വാതവേദനയ്ക്ക് ന്യൂറാൾജിക് പെയിനിലെല്ലാം യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഫൈക്കസ് ജക്കേല അല്ലെങ്കിൽ ചേലമരം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. മിക്കവാറും നമ്മുടെ പറവൂർ ഭാഗത്തും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു ഫൈക്കസ് സ്പീഷീസ് ആണ് ഈ ഫൈക്കസ് ജക്കേല. ഇത്തി അരയാൽ പേരാൽ എന്ന് പറഞ്ഞ നാൽപ്പാമരങ്ങളുടെ അതേ ഗുണങ്ങളോട് കൂടി തന്നെ കാണുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് ഇതിനെയും ഹോർത്തൂസിൽ പറയുന്നത്. പിന്നെ പൊറിഞ്ചി, ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണുന്നതാണ്. സാപ്പിന്റെ സ്ട്രൈഫോളിയേറ്റസ് എന്നാണ്. ഇങ്ങനെ സോപ്പും കായ എന്നൊക്കെ പറയും. സോപ്പും കായ. ഹോർത്തൂസിൽ ഇത് പറഞ്ഞിരിക്കുന്നത് സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളെ കഴുകാനായിട്ട്, ഇത് കഴുകി കഴിഞ്ഞ് നല്ല കളർ വയ്ക്കുന്ന പറയണം. ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ടോ, ഈ കായ നമ്മളെടുത്ത് വെള്ളത്തിലിട്ട് ഇങ്ങനെ കയ്യിൽ ആക്കി കഴിഞ്ഞാൽ പത വരും. ഈ പത നമ്മുടെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദന മാറുന്ന ഹോർത്തൂസിൽ പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ വക സാധനങ്ങളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഈ ആഭരണങ്ങളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. അടുത്ത തേക്കുമരവാഴ എന്നാണ് ഹോർത്തൂസിൽ പറയുന്നത്. നമ്മളിപ്പോ മൂക്കട്ടപ്പഴം എന്നൊക്കെയാണ് ഇതിന് പറയാ. ബൾബോഫൈലം സ്റ്റെറൈൽ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ടെറസ്ട്രിയൽ ഓർക്കിഡ്, ഒരു എപ്പിഫൈറ്റിക് ഓർക്കിഡ് ആണ്. ആ ബൾബ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂക്കട്ട പോലുള്ള ഒരു സാധനം, ഒരു ജെല്ല് പോലെ സാധനം കിട്ടും. ഇത് പീനസത്തിൽ, അതായത് മൂക്കിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഹോർത്തൂസിൽ പറഞ്ഞിരിക്കുന്നത്. ആഞ്ഞിലി മരവാഴ, ഇപ്പൊ ഇതിന് സീതാർ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് മുടിക്ക് എണ്ണയൊക്കെ ആക്കിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര മാർക്കറ്റിംഗ് നടക്കണേ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ല. പക്ഷെ ഹോർത്തൂസിൽ ഇതിന് ആഞ്ഞിലി മരവാഴ യാതൊരു ഔഷധ ഗുണം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം കേട്ടോ. പിന്നെ ചെറുചൂരൽ, ഇത് പണ്ട് ആൾക്കാർ കഴിക്കും. ചൂരൽപ്പഴം കിട്ടിയ ഇതാണ് ചൂരലിന്റെ പഴം, ചെറുചൂരൽ പഴം. ആ ബ്രെയ്ഡ് മുടി പിന്നിട്ട പോലെയാണ് ഇരിക്കുക. കലാമസ് ട്രാവൻകോറിക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നോലിത്താളി, അശരിപ്പുളി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണിത്. ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കേട്ടോ. ഞാൻ ഇവിടെ തന്നെ എല്ലാം ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാറ, ചെറു ഞാറയാണ്. ശരിക്കുള്ള ഞാറ, ഞാവൽപ്പഴം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ നാട്ടിലെ ഞാറ ഇതാണ്. സിസിയം ക്യൂമിനി അല്ല, പകരം സിസിയം കാരിയോഫിലേറ്റ് ആണ്. ഇതും പാദവേദനകൾക്ക് നല്ലതാണ്. ചെറിയ കറുത്ത പഴങ്ങൾ കിട്ടും. 3 ഞാറകളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ചെറിയ ഞാറ, ചെറിയ കായ്കളുള്ളതാണ് സിസിയം കാരിയോഫിലേറ്റം. അടുത്തത് എന്താണ് നമ്മുടെ സിസിയം ക്യൂമിനി, നമ്മളിപ്പോ പറയുന്ന ഞാവൽ. അതിനുശേഷം മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് കാക്കഞാറ എന്ന് പറയും. കാക്കഞാറ, ആർഡീസിയ സോളൻസിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റിനാണിത്. മിക്കവാറും ഇപ്പം മിക്ക ആൾക്കാരും ഓർണമെന്റൽ ആയിട്ടൊക്കെ വെച്ചു വിടാറുണ്ട്. പിന്നെ അടുത്തത് എലിത്തടി മരവാഴ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും മോൺസ്റ്റർ ട്രീ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മള് ഓർണമെന്റലി യൂസ് ചെയ്യുന്ന സാധനം പോലെയൊക്കെ തോന്നും. പക്ഷെ അതല്ല. ഇത് റാഫിഡോഫോറ പെർട്യൂസ എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാന്റ് ആണ്. ഇതും വയറുവേദനയ്ക്കൊക്കെ ഇതിന്റെ ഈ സ്റ്റെമ്മ് നമ്മള് ആവിയിൽ വേവിച്ച് ചുട്ടൊക്കെ എടുത്ത് പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വയറുവേദന മാറും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നീർനുച്ചി, ഇതും ഒരു മാംഗോ അസോസിയേറ്റ് ആണ്. വോൾക്കാമെറിയ ഇനർമിസ് എന്നാണ് പറയുന്നത്. നീർനുച്ചി നമ്മുടെ ഈ ചെറായി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്. അടുത്തത് മരത്തേമാല മരവാഴ, ഇതൊരു പൈറോസിയ ഹെട്രോഫില. ഇതിന്റെ ഒരു പുതിയ സ്പീഷീസ് ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ടുപിടിച്ചായിരുന്നു. ബോട്ടണിക്കാർ അറിയാൻ പറ്റും. പൈറോസിയ ഹെട്രോഫില എന്നാണ് പറയുന്നത്. സീതത്താലി എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. മരത്തേമാല മരവാഴ എന്നാണ്. നോക്കിയ മരത്തിനൊരു മാല പോലെ കിടക്കുന്ന സാധനമാണല്ലോ. അതുകൊണ്ടായിരിക്കാം ഹോർത്തൂസിൽ മരത്തേമാല മരവാഴ എന്ന് പേര് വന്നത്.
അപ്പൊ ഇത് ഹോർത്തൂസിൽ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ക്രഷ്ഡ് ലീവ്സ്, ഈ ലീഫ് എടുത്ത് ക്രഷ് ചെയ്ത് ഉപ്പും ചേർത്തിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാല് ഈ പല്ലിന് വന്നിരിക്കുന്ന പ്ലേക്കുകൾ ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് മഞ്ഞ കളറിലെ പ്ലേക്കുകൾ വന്നിട്ടുണ്ട്, അത് മാറുന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ക്ലാസ് എടുത്ത കൂടുതൽ ഈ ഒരു യൂസ് പറഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്ത് ഒരു പാലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഇത് കേട്ട് പുള്ളിയുടെ പേഷ്യന്റ് ഒരാൾ വന്ന സമയത്ത് ആളോട് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അവരൊരു 3 ആഴ്ച എന്തോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഈ പ്രൊഡക്ഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് ആദ്യം ഇത് പറഞ്ഞു. അതായത് ക്ലിനിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇവിടെ. പിന്നെ അടുത്തത് കച്ചോലക്കിഴങ്ങ്, കാൻഫെറിയ ഗളങ്ക എന്നാണ് ഈ കച്ചോലക്കിഴങ്ങിന്റെ. നല്ല ഭംഗിയാണ് എന്റെ ഫ്ലവർ കാണാൻ വേണ്ടിട്ട്. ഹോർത്തൂസ് പറയുന്നത് ആ സ്ഥലത്ത് മഞ്ഞളൊക്കെ വെട്ടിക്കുന്ന പോലെ ഈ കച്ചോലക്കിഴങ്ങ് ഇങ്ങനെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാർക്കറ്റിലൊക്കെ ഇതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ അടുത്തത് ചപ്പങ്കം സെസാൽപീനിയ സപ്പൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഹോട്ടലിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അമ്മമാര് നല്ല പിങ്ക് കളറിൽ, നല്ല മെറൂൺ കളറിൽ പിങ്ക് കളറിലൊക്കെ തിളപ്പിച്ച് നമുക്ക് കൊണ്ടുവന്ന് വെക്കുമല്ലോ കുടിവെള്ളം. ആ വെള്ളത്തില് പതിമുഖം എന്നുള്ള പേരിലാണ് ഇവർ മിക്കവാറും ഇത് തിളപ്പിച്ച് നമുക്ക് തരുന്നത്. ശരിക്കും അതിന്റെ പേര് ചപ്പങ്കം എന്നാണ്. സെസാൽപീനിയ സപ്പൻ എന്നാണ് എന്റെ ബൊട്ടാണിക്കൽ നെയിം. പതിമുഖം എന്ന് നമ്മൾ ലോക്കലി കേരളത്തില് അല്ലെങ്കിൽ മലയാളികൾ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ജെന്യുവിൻ ആയിട്ടുള്ള പതിമുഖം അല്ലെങ്കിൽ പത്മകം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹിമാലയൻ സ്പീഷീസ് ആണ്. ഒരു ഹിമാലയൻ സ്പീഷീസ് ആണ്. പ്രൂണസ് സെറസോഴ്സ് ആണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം. പക്ഷെ നമ്മുടെ കേരളത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു ആണ്, പതിമുഖം എന്ന് പറഞ്ഞ പേരില്. നമ്മളിപ്പോ മിക്കവാറും നമ്മുടെ പാക്കറ്റിൽ കിട്ടുമല്ലോ, 5 രൂപ പാക്കറ്റിലൊക്കെ ഇങ്ങനെ ദാഹശമനി എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഇപ്പൊ ഇതാണ്. പക്ഷെ ഇതിന് ഒരു ദാഹം ശമിപ്പിക്കാനും നമ്മുടെ ശരീരത്തിലെ പിത്തത്തെ കുറയ്ക്കാനും ടോക്സിൻസിനെ പുറന്തള്ളാനൊക്കെ ഉള്ള കഴിവുള്ളത് കാരണം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പണ്ട് കാലത്ത് പക്ഷെ ഇത് യൂസ് ചെയ്തിരുന്നത് ഈ മിക്കവാറും വീടുകളുടെ അതിരുകളിലാണ്. അതായത് നിങ്ങൾ ആ സ്റ്റെമ്പ് കണ്ടറിയാം, കൂർത്തിരിക്കുന്ന മുള്ളുകളാണ് മൊത്തം. അപ്പൊ പണ്ട് കാലത്ത് കള്ളന്മാര് വീട്ടിലേക്ക് കയറാൻ നേരത്ത് ഇത് വീടിന്റെ അതിരുകളിൽ വെച്ച് പിടിപ്പിക്കും. അപ്പൊ കള്ളന്മാര് കയറാൻ നേരത്ത് മരത്തിലൊക്കെ സപ്പോർട്ട് ചെയ്താണല്ലോ ഇവര് കയറുക. അപ്പൊ ഈ ചപ്പങ്കത്തിന്റെ മുള്ളിൽ കൊണ്ടിട്ട് കീറി പിന്നെ ഫർദർ ആ ഉദ്യമം തന്നെ അവർ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നൊക്കെ ഉള്ള കൺസെപ്റ്റില് വീടുകളുടെ ചുറ്റുവരമ്പുകളിലും അതിർവരമ്പുകളിലും എല്ലാം വെച്ച് പിടിപ്പിച്ചിരുന്ന മരമാണ് ഈ ചപ്പ. തുണിക്ക് കളർ കൊടുക്കാൻ പറ്റുന്നതാണ് ഹോർത്തൂസിൽ എഴുതിയിരിക്കുന്നത്. അതായത് പണ്ട് തുണിക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണെന്നാണ്. അതാണ് നമ്മളിപ്പോ വെള്ളം വെച്ച് കുടിക്കുന്നത്. വളരെ ചെറിയ അളവിലൊക്കെയാണ് വെള്ളം ഇട്ട് കുടിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ മിക്ക ആൾക്കാരുടെ വീടുകളിലൊക്കെ അമ്മമാർ ആ കളർ ഇടണം, ആ കളർ ഒന്നാണ് ആക്ടിവിറ്റി ഉള്ളൂ എന്നാണ് ഇവരൊരു ഒരു വിശ്വാസം. പക്ഷെ വളരെ നേരിയ തോതിൽ മാത്രം ഇതകത്തേക്ക് പോയാൽ മതി. അങ്ങനെ ഒരു സസ്യമാണിത്. പത്രാംഗം എന്നാണ് ആയുർവേദത്തിന്റെ പേര്. ഇതൊക്കെയാണ് ഇതിലെ സസ്യങ്ങള്. ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഹോർത്തൂസിന്റെ നമുക്കറിയാം, ഹോർത്തൂസ് ഒരു 300 വർഷത്തിന് മുമ്പ് എഴുതപ്പെടുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. ആ ഗ്രന്ഥം ആ ഒരു സമയത്ത് എഴുതപ്പെട്ടു, അത് മൺമറഞ്ഞു പോയി, അതിനെപ്പറ്റി യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. വളരെ യാതൊരു ഇൻഫർമേഷനും ഇല്ലാതെ പോയി. അതിനുശേഷം മണിലാൽ സാർ എന്ന് പറഞ്ഞൊരു ആള് ഇതിനെ അങ്ങ് എന്താ പറയാ ഒരു ഇരുട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പൊ നിലവിൽ നമ്മുടെ രീതിയിലേക്ക് ആക്കി വെച്ചു. ഈ ഒരു സസ്യം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ പിക്ചർ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം കരിമുത്തൽ എന്നാണ് ഇതിന്റെ പേര്. ജിയോഫില്ല റപ്പൻസ് ആണ് ബൊട്ടാണിക്കലി. ജിയോഫില്ല റപ്പൻസ് കരിമുത്തൽ എന്നാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് മണ്ണടി കിടക്കും. ഇത് നിലവില് വേനൽക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സസ്യം അവിടെ ഇടായിരുന്നേ നമുക്ക് തോന്നില്ല. അതേപോലെ അങ്ങ് കിടക്കും. യാതൊരു ഇല പോലും ഇതിന്റെ മുകളിൽ ഉണ്ടാവില്ല ഭൂമിയിൽ. എല്ലാം അടിയിൽ ചോവ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിടക്കും ഒരു മഴ വരാൻ വേണ്ടി. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇത് പയ്യെ മുളച്ചു തുടങ്ങും. മുളച്ച് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് ഭംഗിയുള്ള പൂക്കളും നല്ല ചുവപ്പ് കായ്കളൊക്കെ ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെയാണ് ഹോർത്തൂസ് മലബാറിക്കസും. അതിന്റെ ഒരു നിർമ്മിതിക്ക് ശേഷം ഇത് വളരെ തമസ്കരിച്ചു പോവുകയും അതിനുശേഷം മണിലാൽ സാർ എന്നുള്ള ഒരാളുടെ ഒരു ഉദ്യമം കാരണം അതങ്ങ് പൊങ്ങി നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അതിനെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സോ അതിനെ പറ്റി പഠിക്കുക, ഹോർത്തൂസിനെ പറ്റി വായിക്കുക. ഹോർത്തൂസ് ഇല്ലാത്ത ആൾക്കാർ അത് വാങ്ങുക. ലൈബ്രറികളിൽ ഇത് മിക്കവാറും ഉണ്ട്, പോയി വായിക്കുക. നമ്മളിൽ ഉള്ളിലുള്ള ആ ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ ഉണർത്തുക. ഓരോരുത്തരും ഒരു സയന്റിസ്റ്റ് ആണെന്ന് ആലോചിക്കുക. എല്ലാവരും ഇതിനെപ്പറ്റി പഠിക്കുക, കൂടുതൽ അറിയുക, മറ്റുള്ളവരേക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഈ സസ്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്ത എത്ര ചെടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്ക് അറിയില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ അറിയാനും ഇതിനെയൊക്കെ പറ്റി പഠിക്കാനും ഇപ്പോഴും ആളുകളുണ്ട്. ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പൊ ജീവിച്ചിരുന്ന നമുക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെ, കാരണം ഈ ഒരു സാധനം നമ്മുടെ മുന്നിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി അറിയുന്നില്ല, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു നാണക്കേടാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഇതിനെപ്പറ്റി അറിയുക, പിന്നെ പ്ലാന്റുകളെ സംരക്ഷിക്കുക. ഇപ്പൊ ഇത് നോക്ക്, ഇത് ഞങ്ങളുടെ അടുത്ത്, എന്റെ സ്വന്തം വീട് കളമശ്ശേരിയിലാണ്.
കളമശ്ശേരിയിൽ ഒരു ഏരിയ മൊത്തം അർബൻ കനോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു അർബൻ ഫോറസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. കളമശ്ശേരി ഒരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു തിരക്കേറിയ സ്ഥലമാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരു റോഡ്, ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒരു റോഡ്, പിന്നെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ, ഈ വക സാധനങ്ങളിൽ അവിടെ നിന്നാണ് ഞാൻ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന മജോറിറ്റി ഓഫ് പ്ലാന്റുകളെ കളക്ട് ചെയ്ത് പിക്ചർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ ഈ നിലവിൽ നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്കെല്ലാം നശിപ്പിച്ചു കളയാനുള്ള പ്രവണതയാണ്. എന്താ പറയാ, ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ വെട്ടുക. ഇപ്പൊ തൊഴിലുറപ്പുകാർ വന്ന് മൊത്തം അടിച്ചും കളഞ്ഞേക്കാണ്. നമ്മള് ഓണസമയത്ത് നമുക്ക് തുമ്പിയോ മുക്കുറ്റിയോ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം ഫുൾ ഇവര് ചെത്തി, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അതിന്റെ മെഡിസിനൽ യൂസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല. അപ്പൊ നശിച്ചു കളയാനുള്ളതാണ് ഏറ്റവും, അതായത് പരിസരം ക്ലീൻ ആയിട്ടിരിക്കണല്ലോ, അതാണ് മിക്കവാറും എല്ലാവരും തന്നെ നോക്കുന്നത്. പക്ഷെ ആ സമയത്ത് പരിസരം ശുചിയാകുന്നതോടുകൂടി നമ്മൾ ഈ ഭൂലോകത്ത് നിന്ന് നശിപ്പിച്ചു കളയുന്ന ഒട്ടേറെ പ്ലാന്റുകൾ ഉണ്ട്. അവയെ പറ്റി നമ്മള് ബോധേഡ് ആവുന്നില്ല. ഇത് എച്ച്.എം.എൽ.യില് ഒരുപാട് ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാരായാലും വന്ന് വീട് നശിപ്പിച്ചു കളയുന്നത് ഒരു ആണ്. എന്താ സംബന്ധിച്ച് നോക്കി ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ചെടികളെല്ലാം കരിഞ്ഞിരിക്കുകയാണ്, മൊത്തത്തിൽ കരിഞ്ഞു പോയിരിക്കുകയാണ്. അതായത് ഫർദർ ഒരു റീപ്രൊഡക്ഷന് അല്ലെങ്കിൽ ഒരു ഫർദർ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയുള്ള യാതൊന്നും അവശേഷിപ്പിക്കാതെ ഈ വക സസ്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും. നമുക്കായിട്ട് ഇതിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഉണ്ടാക്കാനുള്ള കഴിവില്ല. നമുക്ക് ആകെയുള്ള കഴിവ് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മനോജേട്ടൻ, റീവൈൽഡിലെ മനോജേട്ടൻ പോലുള്ള ആൾക്കാർ ഉദ്യമങ്ങൾ ഇതിൽ വളരെയധികം പ്രസക്തമാണ്. കാരണം ഈ വക സസ്യങ്ങളെ സംരക്ഷിക്കുക, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക, അല്ലെങ്കിൽ അതിനെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരുപാട് വലിയ കാര്യങ്ങൾ. ഇപ്പൊ മനോജേട്ടന്റെ പറമ്പിൽ നിന്ന് ഒരു ചെറിയ പുല്ല് പോലും പറിക്കാറില്ല എന്ന് പറയണത്. കാരണം എന്താ, അത് അവിടുന്ന് വളരട്ടെ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഇപ്പൊ നിലവിലുള്ളൂ. സോ ഇത് കേൾക്കുന്ന എത്രത്തോളം ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് കടന്നു ചെന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാ പോലും ഈ സസ്യങ്ങളെ സംരക്ഷിക്കുക, അറ്റ്ലീസ്റ്റ് അവയെ പറ്റി അറിയുക, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ നശിപ്പിക്കരുതേ എന്ന് പറയാനെങ്കിലും പാകത്തിനുള്ള അറിവുകൾ നമ്മൾ ഓരോരുത്തരും കൈവരിക്കുക. മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് നേടേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം ഇത് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ സാധനമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അടുത്തൊരു തലമുറയിലേക്ക് ഇത് പോകാനുള്ളതാണ്. സോ നമ്മുടെ മക്കൾ ഇത് കണ്ടു വളരട്ടെ. ഇപ്പം തുമ്പ ഏതാ, മുക്കുറ്റി ഏതാ, തൊട്ടാവാടി ഏതാന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ജനറേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ബാക്കിയുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഇതുകൂടി നമുക്കുണ്ട്. അപ്പം ഇതിനെ സംരക്ഷിക്കുക. പിന്നെ ഗവേഷണ വിദ്യാർത്ഥികളാണ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിൽ ഗവേഷണം ചെയ്യുക. ഇതിൽ ഒരുപാട് സസ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. കൂടുതൽ പഠിക്കുക, അറിയുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും നന്ദി. ഈ അവസരത്തിൽ ഞാൻ എന്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള അജയൻ സാറ്, അശോകൻ മാഷ് തുടങ്ങിയ ആളുകളെ സ്മരിക്കുകയാണ്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഹോർത്തൂസിനെ പറ്റി ഞാൻ എടുക്കുന്ന 11ാമത്തെ ക്ലാസ് ആണ്. ഇപ്പോ നിലവില് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് 11ാമത്തെ ക്ലാസ് ആണ്. 2020 ജൂൺ 11 മുതലാണ് ഞാൻ ഇതിനെ പറ്റി ക്ലാസ് എടുത്തു തുടങ്ങിയത്. റിസർച്ചുകൾ അതിന് മുന്നിൽ തുടങ്ങിയിരുന്നു. ഞാൻ ചെയ്യുന്നത് പലവിധ പോകുന്ന ഭാഗങ്ങളെല്ലാം, അതായത് സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്ന സസ്യങ്ങളെ തിരിച്ചറിയുകയും ഹോർത്തൂസിൽ പറഞ്ഞിട്ടുള്ള സസ്യങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിലവിൽ ഇപ്പോൾ അത് എവിടെയാണുള്ളത്. ഇപ്പൊ ഹോർത്തൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോർത്തൂസ് ഓൾറെഡി പറയുന്നുണ്ട്. തൃപ്പൂണിത്തറയിൽ കാണുന്നു, അല്ലെങ്കിൽ പറവൂർ ഭാഗത്ത് കാണുന്നു, കാങ്കന്നൂരിൽ കാണുന്നു, കൊടുങ്ങല്ലൂരിനെ കാങ്കന്നൂർ എന്നാണ് പറയുന്നത്. അങ്ങനെ പല പല പേരുകളിൽ ഇന്ന സ്ഥലത്ത് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ നോക്കി ഇപ്പൊ നിലവിൽ അത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഉണ്ടെങ്കിൽ വളരെ ചുരുക്കം പ്ലാന്റുകൾ നമുക്ക് ആ ഭാഗത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, ചിലതൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഉള്ള സ്ഥലത്ത് എവിടെയാണോ അതിനെ കളക്ട് ചെയ്യുക, വിത്തുകൾ കളക്ട് ചെയ്യുക, ഹെർബേറിയം പ്രിപ്പയർ ചെയ്യുക, മെയിനായിട്ട് ഫോട്ടോ എടുത്ത് അതിനെ ഫേസ്ബുക്കിൽ എനിക്കൊരു ആൽബം ഉണ്ട്, ഹോർത്തൂസ് മലബാറിക്കസ് ആൽബം എന്നാണ്. ആ ആൽബത്തിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഞാൻ എടുത്തിട്ടുള്ള ഏകദേശം 200ഓളം വരുന്ന സസ്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഹോർത്തൂസ് മലബാറിക്കസ് ആൽബം എന്ന പേരിൽ ഫേസ്ബുക്കിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഒരു ബുക്ക് ആക്കുക എന്നുള്ളൊരു ഒരു സ്വപ്നമുണ്ട്. അറിയില്ല നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നിലവിൽ ഈ സസ്യങ്ങളെ പറ്റി നടന്നിട്ടുള്ള റിസർച്ചുകളും ആയുർവേദത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന യൂസുകൾ ഏതാണെന്നുള്ളതും ഹോർത്തൂസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള എല്ലാവിധ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം എനിക്ക് എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞ മനോജേട്ടനും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ റീവാൽഡിന്റെ ഉദ്യമങ്ങൾ തുടർന്നു പോകട്ടെ. എല്ലാവിധ സഹകരണങ്ങളും എന്നിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം.
ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കോ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ. നഴ്സറി വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുതുരുത്തിലുള്ള നഴ്സറി, അവിടെ ആ ഗാർഡനിൽ പോണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവിടെ അത്യാവശ്യം അവരെല്ലാ പ്ലാന്റുകളും അത് ഹാബിറ്റാറ്റിൽ ബൊട്ടാണിക്കലി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് അത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്കൊന്ന് മെയിൽ ഇട്ടാൽ മതി. അവർ വഴി നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാം. താങ്ക് യു ജ്യോതിസ്. ഓക്കെ, ഞാൻ ആ സ്ലൈഡ് ഒന്നുകൂടി ഒന്ന് കാണിക്കാം. എനിക്ക് ഇപ്പൊ സ്ലൈഡിലുള്ള ആ manoj.p@sgrf.org ഇതിലേക്ക് ഒന്ന് മെയിൽ ചെയ്താൽ മതി. നിങ്ങൾ ഇപ്പം സ്റ്റുഡന്റ് ആണ് പോകുന്നെങ്കിൽ ഇന്ന കോളേജിൽ നിന്നാണ് വരുന്നതെന്നോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടൊന്ന് മെയിൽ ചെയ്താൽ മതി. അല്ല, എങ്ങനെയാണെങ്കിലും പേഴ്സണലി പോയി വിസിറ്റ് ചെയ്യാനാണെങ്കിലും ഈ ഒരു മെയിലിലേക്ക് മെയിൽ ചെയ്തിട്ട് പ്രയർ പെർമിഷൻ എടുത്തിട്ട് നമുക്ക് പോയി കാണാവുന്നതാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മാം, മനോജേട്ടാ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ആ ഓക്കെ. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിയ, ആ, ആ, കാരണം ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. പക്ഷേ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം ഉൾക്കൊള്ളിക്കാനാവില്ല. അപ്പോൾ ഇതൊരു സുവർണാവസരമാണ്. അപ്പോൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള സെഷൻസ് ഇപ്പൊ ഈ ഒരു വിഷയം വളരെ വലിയൊരു വിഷയമാണ് ശരിക്കും. കാരണം ഈ പുസ്തകം തന്നെ 12 വോള്യങ്ങളുണ്ട്. പിന്നെ അതോടൊപ്പം ഈ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. അപ്പോൾ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സെഷൻസ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാവാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നു. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.
അപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നല്ലേ? ഓക്കെ ഓക്കെ മനോജ് ചേട്ടാ. അപ്പോ നമുക്ക് ഇപ്പൊ ഈ ഈ ഒരു സെഷൻ വളരെ നമുക്ക് നന്നായി ഇതിനെക്കുറിച്ചൊരു ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് നിയയുടെ ഇതുപോലെ ഒരു സെഷനിൽ നിന്നാണ് ഞാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പാണത്. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ പല നിയയുടെ തന്നെ വെബിനാറുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചില കണ്ടലുകളെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാനും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ സെഷൻ ചെയ്ത നിയയ്ക്ക് വളരെയധികം നന്ദി. അതോടൊപ്പം നമ്മൾ ഈ റെക്കോർഡിങ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ പ്രധാനമായും കൺസർവേഷൻ റെസ്റ്റോറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട വെബിനാറുകൾ സംഘടിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിയയ്ക്കും നന്ദി പറയുന്നു. താങ്ക് യു മനോജ് ചേട്ടാ. താങ്ക്സ്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.